രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രാമഭദ്രായ രഘുരാമായ രാമായ സീതായ പതയേ നമഃ. ഹരി ഓം. രാമായണ പാരായണം. വേദപാരായണ ഫലമാണ് രാമായണ പാരായണം കൊണ്ട് ലഭിക്കുന്നത്. ഭക്തിയുടെ രാമായണം പാരായണം ചെയ്താൽ നമ്മുടെ മനസ്സും ശരീരവും ഭവനങ്ങളും ദേവാലയങ്ങളും ശുദ്ധമാകും എന്നാണ് വിശ്വാസം. SPYSSന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ വർഷവും നടത്തിവരുന്ന രാമായണ പാരായണത്തിലേക്ക് എല്ലാവരെയും ഭക്തിപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. 22ാമത്തെ ദിവസമായ ഇന്ന് സ്പെഷ്യൽ സെഷനാണ്. മലയാളം നല്ല ഒഴുക്കോടെ വായിക്കാൻ അറിയാത്തവരും അല്ലെങ്കിൽ ആദ്യമായി രാമായണം വായിക്കുന്നവരുമായ നമ്മുടെ പ്രമുഖർ കൂടി ഉൾപ്പെട്ട യോഗബന്ധുക്കളാണ് ഇന്ന് രാമായണ പാരായണം ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ പോർഷൻ യുദ്ധകാന്ഡം ആരംഭം മുതൽ വിഭീഷണൻ ശ്രീരാമ സന്നിധിയിൽ അവിടെ വരെയാണ്. രാമായണം പാരായണം ചെയ്യുന്നവരുടെ ലിസ്റ്റ് വായിക്കാം. ഗോപകുമാർ അണ്ണൻ, രാജൻ അണ്ണൻ, ഗിൽജക്ക, സുനൈൻ അക്ക, വെങ്കടേശ്വരൻ അണ്ണ, കനകലക്ഷ്മി അക്ക, ജ്യോതിലക്ഷ്മി അക്ക, സോനക്ക, അനിൽകുമാർ അണ്ണ, നാഗരാജ് അണ്ണ, വിദ്യാ ഗൗരി അക്ക, രേഖ ശകുന്തള അക്ക, ശോഭന അക്ക, പ്രേമവല്ലിയക്ക, നിഷ അക്ക, അനിത അക്ക, നിമ്മിയക്ക, എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഒപ്പം എല്ലാവർക്കും ഇന്ന് നന്നായി പാരായണം ചെയ്യാൻ കഴിയട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. പാരായണം തുടങ്ങുന്നതിനായി ഗോപണ്ണനെ ആദരപൂർവ്വം ക്ഷണിച്ചിട്ടുണ്ട്. ഹരി ഓം. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭി രാമ ജയ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ. ശ്രീരാമ രമാപതേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. യുദ്ധകാന്ഡം. നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ. നാരായണ രാമ നാരായണ രാമ നാരായണ രാമ നാരായണ ഹരേ. രാമ രമാരമണ ത്രിലോകീപതേ രാമ സീതാഭിരാമ ത്രിദശ പ്രഭോ. രാമലോകാഭിരാമ പ്രണവാത്മക. രാമ 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 നാരായണാത്മ രാമ ഭൂപതേ. രാമകഥാമൃതപാന പൂർണാനന്ദ സാരാനുഭൂതിക്കു സാമ്യമില്ലേതുമേ. ശാരിക പൈതലേ ചൊല്ലു ചൊല്ലിനിയും ചാരു രാമായണ യുദ്ധം മനോഹരം. ഇത്തമാർക്കണ്യ കിളിമകൾ ചൊല്ലിനാൾ ചിത്തം തെളിച്ചു കേട്ടിടുവെങ്കിലോ. ചന്ദ്രചൂടൻ പരമേശ്വരൻ ഈശ്വരൻ
ചന്ദ്രികാ മന്ദസ്മിതം പൂണ്ടരുളിനാൾ ചന്ദ്രാനനെ ചെവി തന്നു മുദാ രാമ ചന്ദ്രചരിതം പവിത്രം ശൃണു പ്രിയേ. ശ്രീരാമചന്ദ്രൻ ഭുവനൈകനായകൻ താരക ബ്രഹ്മാത്മകൻ കരുണാകരൻ മാരുതി വന്നു പറഞ്ഞതു മോദാൽ അരുൾ ചെയ്തിരാദരാൾ. ശ്രീരാമ ആദികളുടെ നിശ്ചയം. ദേവഗണാലും അസാധ്യമായുള്ളോന്ന് കേവലം മാരുതി ചെയ്തു തീർക്കും വിധോ ചിത്തേ നിരൂപിക്ക പോലും ആവശ്യമാം മത്തി ഹൃദയോജനായ ശ്രമം ലംഘിച്ചു രാക്ഷസ വീരരെയും കൊന്ന് ലങ്കയും ചുട്ടുപൊട്ടിച്ചത് വിസ്മയം. ഇങ്ങനെയുള്ള ദൗത്യന്മാരെ പൊരുത്തുന്ന ഒരു നാളുമില്ല എന്ന നിർണയം. എന്നെയും ഭാനുവംശത്തെയും ലക്ഷ്മണൻ തന്നെയും മിത്രാത്മനെയും കേവലം മൈഥിലിയെ കൊണ്ടുവന്നതും കാരണം വാദാത്മജൻ പരിപാലിച്ചതു ദൃഢം. അങ്ങനെയായതല്ലേ മിനിയുമടെ ഇങ്ങനെ വാരിധിയെ കടന്നിടുന്നു. നക്രമാചാതി ചക്രാതി പരിപൂർണ മുഖാമ്രമുള്ള സമുദ്രം കടന്നുപോയി രാവണനെ പടയൊടുക്കുമൊടുക്കി ഞാൻ ദേവിയെ എന്ന് കാണുന്നതിരുന്നു ദൈവമേ. രാമവാക്യം കേട്ട് സുഗ്രീവനും പുനരാമയം തീരുമാറാൻ ലംഘനം ചെയ്തു സമുദ്രത്തെയും ബദലങ്കയും ഭസ്മരീകരിച്ച് വിളംബിതം രാവണൻ തന്നെ ശുകുലം കൊല ചെയ്ത് ദേവിയെയും കൊണ്ടുപോരുന്നതുണ്ടു ഞാൻ. ചിന്തയുണ്ടാകരുതേ തുമേ മാനസേ, ചിന്തയാകുന്നത് കാര്യവിനാശിനി. ആരാളുമോർത്താൽ ജയിച്ചു കൂടാതൊരു ശൂരരിക്കാനായ വാനര സഞ്ചയം. വന്നിയിൽ ചാടേണമെന്ന് ചൊല്ലിയിടിലും പിന്നെയാമെന്ന് ചൊല്ലുന്നവരില്ലവർ. ഭാരതിയെ കടപ്പാൻ ഉപായം പാർക്ക നേരമിനി കളയാതെ രഘുപതേ. ലങ്കയിൽ ചെന്നു നാം ബുക്കി തന്നാക്കിലോ ലങ്കേശനും മരിച്ചാനെന്ന നിർണയം. ലോകത്രയത്തിങ്കലാരെതിർക്കുന്നത് രാഘവാനിൻ തിരുമുമ്പിൽ മഹാരണി. ആശ്രേന ശോഷണം ചെയ്ക ജലതിയെ സത്വരം ചെയ്തു ബന്ധിക്കിലുമാം ദൃഢം. വല്ല കണക്കിലുമുണ്ടാം ജയം തവ നല്ല നിമിത്തങ്ങൾ കാൺക രഘുപതേ. ഭക്തി സത്യൻ വിധമിത്ര പുത്രോത്തികൾ ഇത്തമാങ്കര്യ കാങ്കൂലസ്ഥൻ തൽക്ഷണേ. മുമ്പിലാമാരു തൊഴുതു നിൽക്കും വായു സംഭവനോട് ചോദിച്ചരുളിടിനാൻ. ലങ്കാവിവരണം. ലങ്കാപുരത്തിങ്കളിലുള്ള വൃത്താന്തങ്ങൾ ശങ്കാവിഹീനമെന്നോടറിയിക്ക നീ. കോട്ടമതിൽ കിടങ്ങിന്നിവയൊക്കവേ കാട്ടിത്തരിക വേണം വചസാ ഭവാൻ. എന്നിതു കേട്ടു തൊഴുതു വാതാത്മജൻ നന്നായി തിളഞ്ഞുണർത്തിച്ചരുളിയിടിനാൻ. മധ്യേ സമുദ്രം ത്രികൂട്ടാചനം വളർന്നത്യുന്നതമതിൻ മൂർധനീ ലങ്കാപുരം. പ്രാണഭയം ഇല്ലായത് ജനങ്ങൾക്ക് കാരണം കനകവിമാന സമാനമായി വിസ്താരമുണ്ടങ്ങേഴുനൂറു യോജന. പുത്തൻ കനകമതിൽ അതിൻ ചുറ്റുമേ ഗോപുരം 4 ദിക്കിലും അതിശോഭിതമായി 17 നിലകളും. അങ്ങനെ തന്നെ അതിനുള്ളിലായി പൊങ്ങും മതിലുകളേഴുണ്ടൊരുപോലെ. 7നും 4 ഗോപുര പങ്ക്തിയും
ചൂഴവുമായിരുപത്തിയെട്ട് ഗോപുരം, എല്ലാറ്റിനും കിടങ്ങുണ്ടത്യഗാധമായി ചൊല്ലുവാൻ വേലയന്ത്രപാല പങ്ക്തിയും. വണ്ടർകോൺ ദിക്കിലെ ഗോപുരം കാപ്പതിനുണ്ട് നിശാചരന്മാർ 10,000. ശക്തരായി പശ്ചിമ ഗോപുരം കാക്കുന്ന നക്തഞ്ചരരുണ്ട് 10,100,000. ഉത്തര ഗോപുരം കാത്തു നിൽപ്പാനതി ശക്തരായുണ്ടൊരു കോടി നിശാചര. ദിക്കുകൾ 4-ലുമുള്ളതിലർത്ഥമുണ്ടുഗ്രതയോടു നടുവു കാത്തിടുവാൻ. അന്തഃപുരം കാപ്പതിനുമുണ്ടത്ര പേർ, മന്ത്രശാലയ്ക്കുണ്ടതിലിരട്ടിജനം. ഹാടക നിർമ്മിത ഭോജനശാലയും നാടകശാല നടപ്പന്തൽ പിന്നെയും. മജ്ജനശാലയും മദ്യപാനത്തിന് നിർജ്ജനമായുള്ള നിർമ്മലശാലയും. ലങ്കാവിരചിതാലങ്കാരഭേദമാ ആതങ്കാപഹം പറയാവതല്ലനന്ദനും. തൽപുരം തന്നിൽ നീളെ തിരഞ്ഞേനഹം മൽപിതാവിൻ നിയോഗേന ചെന്നേൻ ബലാൽ. പുഷ്പിതോദ്യാനദേശേ മനോമോഹനേ പത്മജാദേവിയെയും കണ്ടു കൂപ്പിനേൻ. അങ്കുലീയം കൊടുത്താസു ചൂടാരത്നം ഇങ്ങു വാങ്ങിക്കൊണ്ട് അടയാളവാക്യവും കേട്ടിവിടെ വഴങ്ങിച്ചു പുറപ്പെട്ട് കാട്ടിയേൻ പിന്നെ കുറഞ്ഞോ അവിവേകം. ആറാമമെല്ലാം തകർത്തത് കാക്കുന്ന വീരരെയൊക്കെ ക്ഷണേനെ കൊന്നീടിനെ. രക്ഷോവരാത്മജനാകിയ ബാലകൻ അക്ഷകുമാരനവനെയും കൊണ്ട് ഞാൻ എന്ന് വേണ്ട ചുരുക്കി പറഞ്ഞിടുവൻ മന്നവാ. ലങ്കാപുരത്തിങ്കളുള്ളതിൽ നാളൊന്ന് ചൈന്യം ഒടുക്കുവേഗേനെ പോയി കാളേ ദശമുഖനെ കണ്ടു ചൊല്ലിനേ നല്ലതെല്ലാം. പിന്നെ രാവണൻ പോവേന ചൊല്ലിനാൻ തന്നുടെ പ്രത്യോരോട് ഇപ്പോഴേ ചൊല്ലുക. വൈകാരിവനെ ഇന്നേരം കൊല്ലുവാൻ വന്നവരോട് വിഭീഷണൻ ചൊല്ലിനാൻ അഗ്രജൻ തന്നോടു മാതരാൾ. കൊല്ലുമാറില്ല ഭൂതന്മാരേരുമേ ചൊല്ലുള്ള രാജധർമ്മങ്ങൾ അറിഞ്ഞവർ. കൊല്ലാതെയായി കടയാളപ്പെടുത്തതു നല്ലതാകുന്നതെന്നപ്പോൾ ദശാനനൻ ചൊല്ലിനാൽ വാലാദിക്കഗ്നി കൊളുത്തുവാൻ. സസ്നേഹവാസാസ്പുച്ഛം പൊതിഞ്ഞവർ രഗ്നി കൊളുത്തിനാരപ്പോഴടിയനും ചുട്ടുപൊട്ടിച്ചേൻ 700 യോജന വട്ടമായുള്ള ലങ്കാപുരം സത്വരം മന്നവ. ലങ്കയിലുള്ള പടയിൽ 4 മുടക്കിനേൻ തുൽപ്രസാദത്തിനാൽ. ഒന്നുകൊണ്ടുമിനി കാല വിളംബനം നന്നല്ല പോക പുറപ്പെടുകാശു നാം. യുദ്ധസന്നദ്ധരായി ബന്ധരോഷം മഹാത് പ്രസ്ഥാനമാശു കുരു വിക്രമം. സംഖ്യയില്ലാതോളമുള്ള മഹാകവി സംഖ്യേന ലങ്കാപുരിക്ക് ശങ്കാപഹം ലംഘനം ചെയ്തു നക്തഞ്ചര നായക കിങ്കരന്മാരെ ക്ഷണേന പൃഥുപതി. കിങ്കരന്മാർക്കു കൊടുത്തു ദശാനന കുങ്കൃതിയും തീർത്തു സംഘരാന്ധേ ബലാൽ. പങ്കജനേത്രയെ കൊണ്ടുപോരാം വിഭോ പങ്കജനേത്ര പരംപുരുഷ പ്രഭോ. യുദ്ധയാത്ര. അഞ്ജനാനന്ദനൻ വാക്കുകൾ കേട്ടതാ സഞ്ജാത കൗതുകം സംഭവായി സാദരം. അഞ്ജസാ സുഗ്രീവനോടരുൾ ചെയ്തിതു കഞ്ചവിലോചനാകിയ രാഘവൻ. ഇപ്പോൾ വിജയമുഹൂർത്തകാലം പടയ്ക്കുൽപ്പന്നമോദം പുറപ്പെടുകയേവരും. നക്ഷത്രം ഉത്രം അതും വിജയപ്രദം രക്ഷോ ജനാക്ഷമാ മൂലഹത്തിപ്രദം.
ദക്ഷിണാനേത്രം സ്ഫുരണവരുമുണ്ടുമേ ലക്ഷണം എല്ലാം നമുക്ക് ജയപ്രദം. സൈന്യം എല്ലാം പരിപാലിച്ചു കൊള്ളണം സൈന്യാധിപനായ നീലൻ മഹാബലൻ. മുമ്പും നടുഭാഗവും ഇരുഭാഗവും വിൺപടയും പരിപാലിച്ചു കൊള്ളുവാൻ വമ്പരാം വാരണന്മാരെ നിയോഗിക്ക. രംഭപരമാതി പ്രമുഖരായുള്ളവർ മുമ്പിൽ ഞാൻ മാരുതി കണ്ടവുമേറി മൽപ്പിമ്പേ സുമിത്രാത്മജനങ്കദോപരി സുഗ്രീവനെന്നെ പിരിയാതരികവേ നിർഗമിച്ചിടുക മറ്റുള്ള വീരരും. നീലൻ ഗഗൻ ഗവയൻ ഗവാക്ഷൻ ബലി ശൂലസമാനനാം മൈന്ദൻ വിഗിതനം പങ്കജ സംഭവ സൂന സുഷേണനും തുങ്കൻ നളനും ശതബലിതാരനും ചൊല്ലുവാനുള്ള വാനര നായകന്മാരോടു ചൊല്ലുവാനാവതല്ലാതൊരു സൈന്യവും കൂടി പുറപ്പെടുകേതുമേ വൈകരുതാടനുണ്ടാകരുതാർക്കും വഴിക്കെടോ. യുദ്ധമരുൾ ചെയ്തു മർക്കട സൈനിക മധ്യേ സഹോദരനോടും രഘുപതി നക്ഷത്രമണ്ഡല മധ്യേ വിളങ്ങുന്ന നക്ഷത്രനാഥനും ഭാസ്കരദേവനും ആകാശമാർഗേ വിളങ്ങുന്നതുപോലെ ലോകനാഥന്മാർ തെളിഞ്ഞു വിളങ്ങിനാർ. ആർത്തു വിളിച്ചു കളിച്ചു കുളച്ചു ലോകാർത്തി തീർത്തിടുവാൻ മർക്കട സഞ്ജയം രാത്രീഞ്ചരേശ്വര രാജ്യം പ്രതി പരമാസ്തയാ വേഗാൽ നടന്നു തുടങ്ങിനാൽ. രാത്രിയിലൊക്കെ നിറഞ്ഞു പരന്നൊരു വാർത്തി നടന്നങ്ങടുക്കുന്നതുപോലെ ചാടിയും ഓടിയും ഓരോ വനങ്ങളിൽ തേടിയും പക്വഫലങ്ങൾ ഭുജിക്കയും ശൈലവന നദീജാലങ്ങൾ പിന്നിട്ടു ശൈലശരീരികളായ കവികുലം ദക്ഷിണ സിന്ധു തന്നുത്തര തീരവും പൂക്കു മഹേന്ദ്ര ചാലാന്തികെ മേവിനാർ. മാരുതി തന്നെ കണ്ട ദേശേ നിന്നു പാരിലിറങ്ങി രഘുകുലനാഥനും താരേയ ഖണ്ഡമർന്ന സൗമിത്രിയും പാരിലിഴഞ്ഞു വണങ്ങിനാനഗ്രജം. ശ്രീരാമലക്ഷ്മണന്മാരും കപീന്ദ്രരും വാരിധി തീരം പ്രവേശിച്ചനന്തരം സൂര്യാത്മനം വാരിധി തന്നെ പശ്ചിമ തീരം പ്രവേശിച്ചിതിപ്പോൾ നൃപാധിപൻ. സൂര്യാത്മജനോടരുൾ ചെയ്തിതാശു നാം വാരിയുമൂത്തു സന്ധ്യാവന്ദനം ചെയ്തു വാരാനിധിയെ കടപ്പാനുപായവും. ധീരരായുള്ളവർ ഒന്നിച്ചു മന്ത്രിച്ചു പാരാതെ കൽപ്പിക്ക വേണമിനിയുടൻ. വാനര സൈന്യത്തെ രക്ഷിച്ചു കൊള്ളണം സേനാധിപന്മാർ കൃഷാനുപുത്രാദികൾ. രാത്രിയിൽ മായാവിശാരദന്മാരായ രാത്രിഞ്ചരന്മാരുപദ്രവിച്ചിടുവോർ. ഏവമരുൾ ചെയ്തു സന്ധ്യം വന്ദിച്ചു മേവിനാൻ പർവ്വതാഗ്രേ രഘുനാഥനും. വാനരവൃന്ദം മകരാലയം കണ്ടു മാനസേ ഭീതി കലർന്നു മരുവിനാർ. നക്രചക്രൗഘ ഭയങ്കരമെത്രയു മുഗ്രം വരുണാലയം ഭീമനിസ്വനം. അത്യുന്നത തരംഗാഢ്യം അഗാധമിതുത്തരണം ചെയ്തവതിന്നരുതാർക്കുമേ. ഇങ്ങനെയുള്ള സമുദ്രം കടന്നു ചെന്നെങ്ങനെ രാവണം തന്നെ വധിക്കുന്നു ചിന്താപരവശന്മാരായി കപികളും. അന്ധബുദ്ധ്യാ രാമപാർശ്വേ മരുവിനാർ. ചന്ദ്രനും അപ്പോൾ ഉദിച്ചു പൊങ്ങിടിനാൻ. ചന്ദ്രമുഖിയെ നിരൂപിച്ചു രാമനും. ദുഃഖം കലർന്നു വിലാപം തുടങ്ങിനാനൊക്കെ ലോകത്തെ അനുകരിച്ചിടുവാൻ. ദുഃഖ ഹർഷ ഭയ ക്രോധ ലോഭാദികൾ സൗഖ്യമതമോഹ കാമജന്മാദികൾ. അജ്ഞാനലിംഗത്തിനുള്ളവ എങ്ങനെ സുജ്ഞാന രൂപമായുള്ള ചിദാത്മനി സംഭവിക്കുന്നു വിചാരിച്ചു കാൺകിലോ. സംഭവിക്കുന്നതു ദേഹാഭിമാനിനാം. കിം പരമാത്മനി സൗഖ്യ ദുഃഖാദികൾ
സംപ്രസാദത്തിങ്കലില്ല രണ്ടേതുമേ. സംപ്രതി നിത്യമാനന്ദമാത്രം പരം. ദുഃഖാദി സർവവും ബുദ്ധി സംഭൂതങ്ങൾ. മുഖ്യനാം രാമൻ പരമാത്മാ പരംപുമാൻ. മായാഗുണങ്ങളിൽ സംഗതനാകയാൽ മായാവിമോഹിതന്മാർക്കു തോന്നും വൃഥ. ദുഃഖിയെന്നും സുഖിയെന്നുമെല്ലാം അതു ഒക്കെയോർത്താലാബുധന്മാരുടെ മതം. രാവണാദികളുടെ ആലോചന. അക്കഥ നിൽക്ക ദശരഥ പുത്രരും അർക്കാത്മജാതികളായ കവികളും വാരാനിധിക്കു വടക്കേക്കര വന്നു വാരുതി പോലെ പരന്നോരനന്തരം ശങ്കാവിഹീനം ജയിച്ചു ജഗത്രയം. ലങ്കയിൽ വാഴുന്ന ലങ്കേശ്വരൻ തഥാ മന്ത്രികൾ തമ്മെ വരുത്തി വിരവോടു മന്ത്രിനികേതനം പുക്കിരുന്നിടിനാൻ. ആതിഥേയാ സുരേന്ദ്രാദികൾക്കും അരുതാത്തൊരു കർമ്മങ്ങൾ മാരുതി ചെയ്തതും ചിന്തിച്ചു ചിന്തിച്ചു നാണിച്ചു രാവണൻ മന്ത്രികളോടു കേൾപ്പിച്ചാനവസ്ഥകൾ. മാരുതി വന്നിവിടെ ചെയ്ത കർമ്മങ്ങൾ ആരുമറിയാതിരിക്കയുമില്ലല്ലോ. ആർക്കും കടക്കരുതാതൊരു ലങ്കയിൽ ഊക്കോടു വന്നകം പുക്കൊരു വാനരൻ. ജാനകി തന്നെയും കണ്ടു പറഞ്ഞൊരു ദീനത കൂടാതഴിച്ചാനുഭവനം. നക്തഞ്ചരന്മാരെയും വധിച്ചെന്നുടെ പുത്രനാം അക്ഷകുമാരനെയും കൊന്നു. ലങ്കയും ചുട്ടുപൊട്ടിച്ചു സമുദ്രവും ലംഘനം ചെയ്തൊരു സങ്കടമെന്നിയേ സ്വസ്ഥനായി പോയതോത്തോളം നമുക്കുള്ളിൽ എത്രയും നാണമാമില്ലൊരു സംശയം. ഇപ്പോൾ കവികുലസേനയും രാമനും അബ്ദി തന്നുത്തര തീരെ മരുവുന്നോർ. കർത്തവ്യമെന്തു നമ്മാലിനി എന്നതും ചിത്തെ നിരൂപിച്ചു കൽപ്പിക്ക നിങ്ങളും. മന്ത്രവിശാരദന്മാർ നിങ്ങൾ എന്നുടെ മന്ത്രികൾ ചൊന്നത് കേട്ടതു മൂലമായി വന്നീലൊരാപത്തിനിയും മമഹിതം. നന്നായി വിചാരിച്ചു ചൊല്ലുവിൻ വൈകാതെ. എന്നുടെ കണ്ണുകളാകുന്നതും നിങ്ങൾ എന്നിലെ സ്നേഹവും നിങ്ങൾക്ക് ചഞ്ചലം. ഉത്തമം മധ്യമം പിന്നെ തദമവും ഇത്തം ത്രിവിധമായുള്ള വിചാരവും. സാധ്യമിതം ദുസ്സാധ്യമാമിതം സാധ്യമല്ലെന്നുള്ള മൂന്നു പക്ഷങ്ങളും കേട്ടാൽ പലർക്കും ഒരുപോലെ മാനസേ വാട്ടമൊഴിഞ്ഞു തോന്നിയിടുന്നതും മുതാ. തമ്മിൽ അന്യോന്യം പറയുന്ന നേരത്തു സമ്മതം മാമകം നന്നു നന്ദീദൃശം എന്നുറച്ചൊന്നിച്ചു കൽപ്പിച്ചതുത്തമം. പിന്നെ രണ്ടാമതു മധ്യമം ചൊല്ലുവൻ. ഓരോ തരം പറഞ്ഞൂനങ്ങളുള്ളത് തീരുവാനായി പ്രതിപാദിച്ചനന്തരം നല്ലതിതെന്നൈകമത്യമായേവനും ഉള്ളിലുറച്ചു കൽപ്പിച്ചു പിരിവതും മധ്യമമായുള്ള മന്ത്രമതെന്നിയേ. ചിത്താഭിമാനേന താൻ പറഞ്ഞതു സാധിപ്പതിനു ദുസ്തർക്കം പറഞ്ഞതു ബാധിച്ചു മറ്റേവനും പറഞ്ഞീർഷയായി കാലുഷ്യ ചേതസ കൽപ്പിച്ചു. കൂടാതെ കാലവും ദീർഘമായിട്ടു പരസ്പരം നിന്ദയും പൂണ്ടു പിരിയുന്ന മന്ത്രമോ നിന്ദ്യമായുള്ളോ നദമത്രയും. എന്നാൽ ഇവിടെ നമുക്കെന്തു നല്ലതെന്ന് ഒന്നിച്ചു നിങ്ങൾ വിചാരിച്ചു ചൊല്ലുവിൻ.
ഇങ്ങനെ രാവണൻ ചൊന്നതു കേട്ടളവിംഗിതജന്മാർ നിശാചരൻ ചൊല്ലിനാർ. നന്നെത്രയും ഓർത്തോളം ഉള്ളിൽ ഇതിനൊരു കാര്യ വിചാരമുണ്ടായതും. ലോകങ്ങളെല്ലാം ജയിച്ച ഭവാൻ നിന്നോ രാകുലമെന്തു ഭവിച്ചതു മാനസേ. മർത്യനാം രാമങ്കൽ നിന്നു ഭയം തവ ചിത്തേ ഭവിച്ചതും എത്രയും അത്ഭുതം. പൃത്രാരിയെ പുരയുദ്ധേ ജയിച്ചുടൻ പത്വാ വിനിക്ഷിപ്യ പത്തനെ സത്വരം. വിശ്രുതയായൊരു കീർത്തി വളർത്തതും പുത്രനാം മേഘനിന്നാഥനതോർക്ക നീ. വിത്തേശനെ പുരായുധം മധ്യേ ഭവാൻ ചിത്വാ ജിതശ്രമം പോരും ദശാന്തരേ. പുഷ്പകമായ വിമാനം ഗ്രഹിച്ചതും അത്ഭുതം എത്രയും ഓർത്തു കണ്ടോളവും. കാലനെ പോരിൽ ജയിച്ച ഭവാനുണ്ടോ കാളദണ്ഡത്താൽ ഒരു ഭയമുണ്ടാകൂ. പൂങ്കാരം മാത്രേണ തന്നെ വരുണനെ സങ്കര തിങ്കൾ ജയിച്ചില്ലയോ ഭവാൻ. മറ്റുള്ള ദേവകളെ പറയണമോ പറ്റലാരും മറ്റുള്ളത് ചൊല്ലു നീ. പിന്നെ മയനാം മഹാസുരൻ പേടിച്ചു കന്യകാരത്നത്തെ നൽകിയില്ലയോ തവ. ദാനവന്മാർ കരം തന്നു പൊറുക്കുന്നു മാനവന്മാരെ കൊണ്ടെന്തു ചൊല്ലേണമോ. കൈലാസ ശൈലം ഇളക്കിയെടുത്തുടൻ ആലോലമമ്മാനം ആടിയ കാരണം. കാലാരേ ചന്ദ്രഹാസത്തെ നൽകിയില്ലയോ മൂലമുണ്ടോ വിഷാദിപ്പാൻ മനസ്സിലേ. ത്രൈലോക്യവാസികളെല്ലാം ഭവൽ ബലമാലോക്യ ഭീതി കലർന്നു മരുകുന്നു. മാരുതി വന്നിവിടെ ചെയ്ത കർമ്മങ്ങൾ വീരാരായുള്ള നമ്മോർക്കിൽ നാണമാം. നാം ഒന്നപേക്ഷിക്ക കാരണാലേതുമോ രാമയമെന്നിയെ പോയിക്കൊണ്ടതും അവൻ. ഞങ്ങളാരാനും അറിഞ്ഞാകില്ലെന്നുമേ ഞങ്ങവൻ ജീവനോടെ പോകയില്ലല്ലോ. ഇത്തം ദശമുഖൻ നോടറിയിച്ചുടൻ പ്രത്യേകമോരോ പ്രതിജ്ഞയും ചൊല്ലിനാർ. മാനമോടിന്നിനി ഞങ്ങളിലേഖനെ മാനസേ കൽപ്പിച്ചയക്കുന്നതാകിലോ. മാനുഷജാതികൾ ഇല്ല ലോകത്തിങ്കൾ വാനരജാതിയും ഇല്ലെന്നതും വരും. ഇന്നൊരു കാര്യം വിചാരമാക്കി പലർ ഒന്നിച്ചു കൂടി നിരൂപിക്ക എന്നതും. എത്രയും പാരം എളുപ്പം നമുക്കതും ഉൾത്താരിലോർത്ത തരുണേണം ജഗൽ പ്രഭോ. നക്തഞ്ചരവരരിദ്ധം പറഞ്ഞാളും ഉൾത്താപമൊട്ടു കുറഞ്ഞു ദശാസ്യനും. രാവണ കുംഭകർണ സംഭാഷണം. നിത്രയും കൈവിട്ടു കുംഭകർണൻ തഥാ വിദ്രുതം അഗ്രജൻ തന്നെ വണങ്ങിനാൻ. ഗാഠഗാഠം പുണർന്നു കൂടമോദം നിജ പീഠമതിന്മേലിരുത്തി ദശാസ്യനും. വൃത്താന്തമെല്ലാം അവരജൻ തന്നോടു ചിത്താനുരാഗേണ കേൾപ്പിച്ചനന്തരം. ഉൾത്താരിലുണ്ടായ ഭീതിയോടും അവൻ നക്തഞ്ചരാധീശ്വരനോട് ചൊല്ലിനാൻ. ജീവിച്ചു ഭൂമിയിൽ വാഴുന്നതിൽ മമ ദേവത്വമാശു കിട്ടുന്നതു നല്ലതും. ഇപ്പോൾ ഭവാൻ ചെയ്ത കർമ്മങ്ങളൊക്കെയും പ്രാണഹാനിക്കു തന്നെ ധരിക്കനീ. രാമൻ ഭവാനെ ക്ഷണം കണ്ടു കിട്ടുകിൽ ഭൂമിയിൽ വാഴ്വാൻ അയക്കയില്ലെന്നുമേ. ജീവിച്ചിരിക്കയിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ സേവിച്ചു കൊള്ളുക രാമനെ നിത്യമായി. രാമൻ മനുഷ്യനൽ ഏകസ്വരൂപനാം ശ്രീമാൻ മഹാവിഷ്ണു നാരായണൻ പരൻ. രാമൻ മനുഷ്യനൽ ഏകസ്വരൂപനാം ശ്രീമാൻ മഹാവിഷ്ണു നാരായണൻ പരൻ. സീതയാകുന്നത് ലക്ഷ്മി ഭഗവതി ജാതയായാൽ തവ നാശം വരുത്തുവാൻ. മോഹേന നാദഭേദം കേട്ടു ചെന്നുടൻ ദേഹനാശം മൃഗങ്ങൾക്ക് വരുന്നിതു. മീനങ്ങളെല്ലാം രസത്തിൽ
മോഹിച്ചു താനേ മനുഷ്യൻ വിഴുങ്ങി മരിക്കുന്നു. അഗ്നി കണ്ടു മോഹിച്ചു ശലഭം ഭഗ്നമായി മൃത്യു വണ്ണം ജാനകിയെ കണ്ടു മോഹിക്ക കാരണം പ്രാണവിനാശം ഭവാനും അകപ്പെടും. ഉള്ളതെല്ലേന്നും എനിക്ക് ഉള്ളിലറിഞ്ഞാകിലും കാരണം ചൊല്ലുവൻ മുന്നം കഴിഞ്ഞ ജന്മത്തിലെ വാസന കൊണ്ടത് നീക്കരുതാർക്കുമേ ശാസനയാലും അടങ്ങുകയില്ലതു. വിജ്ഞാനമുള്ള പറയുന്നല്ലോ അഭനയം നിങ്ങളോർക്കും ആപത്തിനാ നിർണയം. ഞാനിത് നിന്നിനി രാമനെയും മറ്റു വാനരന്മാരെയും ഒക്കെ എടുക്കുവൻ. ജാനകി തന്നെ അനുഭവിച്ചിടുന്നേ മാനസേ ഖേദം ഉണ്ടാകരുതേതുമേ. ദേഹത്തിനന്തരം വന്നുപോ മുന്നമേ മോഹിച്ചതാഹന്ത സാധിച്ചു കൊള്ളുകനീ. ഇന്ദ്രിയങ്ങൾക്ക് വശനാം പുരുഷന് വന്നിടും ആപത്ത് നിർണയമോർത്തുകാൻ. ഇന്ദ്രിയ നിഗ്രഹമുള്ള പുരുഷന് വന്നുകൂടും നിജ സൗഖ്യങ്ങളൊക്കവേ. ഇന്ദ്രാരിയം കേട്ടടം ഇന്ദ്രജിത്തും പറഞ്ഞിടിനാൻ ആദരാൽ. മാനുഷൻ രാമനെയും മറ്റു വാനരന്മാരെയും ഒക്കെ ഒടുക്കി ഞാൻ ആശുവരവനനുജ്ഞയെ ചെയ്യിലേൻ. ആശരാധീശ്വരനോട് ചൊല്ലിയിടിനാൻ. രാവണ വിഭീഷണ സംഭാഷണം. അന്നേരമാഗതനായ വിഭീഷണൻ ധന്യൻ നിജാഗ്രജൻ തന്നെ വണങ്ങിനാൻ. തന്നരികത്തങ്ങിരുത്തി ദശാനനൻ ചൊന്നാൻ അവനോട് പഥ്യം വിഭീഷണൻ. രാക്ഷസാധീശ്വര വീര ദശാനന, കേൾക്കണമെന്നുടെ വാക്കുകൾ ഇന്നു നീ. നല്ലതു ചൊല്ലണമെല്ലാവരും തനിക്കുള്ളവരോട് ചൊല്ലുള്ള ബുധജനം. കല്യാണമെന്തു കുലത്തിനെന്നുള്ളതും എല്ലാവരും ഒരുമിച്ചു ചിന്തിക്കണം. യുദ്ധത്തിനാരുള്ളതോർക്ക നീ രാമനോടിത്രി ത്രിലോകത്തിങ്കൽ നക്തഞ്ചരാധിപ. മത്തനുന്മത്തൻ പ്രഹസ്തൻ വികടനും സുപ്രജ്ഞയജ്ഞാന്തകാദികളും തഥാ കുംഭകർണൻ ജംബുമാലി പ്രജങ്കനും കുംഭൻ നികുംഭന കമ്പനൻ വമ്പൻ മഹോദരനും മഹാപാർശ്വനും കുംഭഹനും ത്രിശിരസതീകായനും ദേവാന്തകനും നരാന്തകനും മറ്റു ദേവാരികൾ വജ്രദംഷ്ട്രാദി വീരരും യൂപാക്ഷനും ശോണിതാക്ഷനും പിന്നെ വിരൂപാക്ഷ ദ്രോമാക്ഷരും മകരാക്ഷനും ഇന്ദ്രനെ സങ്കരെ ബന്ധിച്ച വീരനാമിന്ദ്ര ജിത്തിന്നു മാമല്ലവനോടെടോ. നേരെ പൊരുതു ജയിപ്പതിന്നാരുമേ ശ്രീരാമനോട് കരുതായിക മാനസേ. ശ്രീരാമനായതു മാനുഷനല്ല കേളാരെന്നറിവാനും മാമല്ലൊരുവനും. ദേവേന്ദ്രനുമല്ല വഗ്നിയുമല്ലവൻ വൈവസ്വതനും നിന്നിർത്തിയുമല്ല കേൾ. പാശിയുമല്ല ജഗൽ പ്രാണനല്ല വിത്തേശനുമല്ല മല്ലവനീശാനാനനുമല്ല വേദാവുമല്ല ഭുജംഗാധിപനുമല്ല രുദ്ര വസുക്കളുമല്ലവൻ. സാക്ഷാൽ മഹാവിഷ്ണു നാരായണൻ പരൻ മോക്ഷതൻ സൃഷ്ടിസ്ഥിതി ലയ കാരണൻ. മുന്നം ഹിരണ്യാക്ഷനെ കൊല ചെയ്തവൻ പന്നിയായി മന്നിടം പാലിച്ചു കൊള്ളുവാൻ. പിന്നെ നരസിംഹരൂപം ധരിച്ചിട്ടു കൊന്നു ഹിരണ്യകശിപുവാം വീരനെ. ലോകൈകനായകൻ വാമനമൂർത്തിയായി ലോകത്രയം ബലിയോടു വാങ്ങിയിടിനാൻ. കൊന്നാൻ 21 തുടരാമനായി മന്നവന്മാരെ യസു രാംശമാകയാൽ. അന്നസുരരെയൊക്കെ ഒടുക്കുവാൻ മണ്ണിലവതരിച്ചിടും ജഗന്മയൻ. ഇന്നു ദശരഥ പുത്രനായി വന്നിതു നിന്നെയൊടുക്കുവാനെന്നറിഞ്ഞിടു നീ. സത്യസങ്കൽപ്പനാമീശ്വരൻ തന്മതം മിഥ്യയായി വന്നുകൂടാ എന്നു നിർണയം. എങ്കിലെന്തിനു പറയുന്നതെന്നൊരു ശങ്കയുണ്ടാകിലതിന്നു ചൊല്ലിടുവൻ. സേവിപ്പവർക്ക ഭയത്തെ കൊടുപ്പൊരു ദേവനവൻ കരുണാകരൻ കേവലൻ. ഭക്തപ്രിയൻ പരമൻ പരമേശ്വരൻ ഭുക്തിയും മുക്തിയും നൽകും ജനാർദ്ദനൻ. ആശ്രിത വത്സലനംബുജലോചന ഈശ്വര നിന്ദിര വല്ലഭൻ കേശവൻ. ഭക്തിയോടും തൻ തിരുവടി തൻ പദം നിത്യമായി സേവിച്ചു കൊള്ളുക മടിയാതെ.
മൈഥിലി ദേവിയെ കൊടുത്തു കൽപാദാംബുജത്തിൽ നമസ്കരിച്ചിടുക. കൈതൊഴുതാശു രക്ഷിക്കെന്നു ചൊല്ലിയാൽ ചെയ്തപരാധങ്ങളെല്ലാം ക്ഷമിച്ചവൻ തൻപദം നൽകിയിടുമേവനും നമ്മുടെ തമ്പുരാനോളം കൃപയില്ല മറ്റാർക്കും. കാടകം ബുക്ക നേരത്തതിബാലകൻ താടകയെ കൊല ചെയ്താനൊരമ്പിനാൽ കൗശികൻ തന്നെ യാഗരക്ഷാർത്ഥമായി നാശം സുബാഹുമുഖ്യന്മാർക്കു നൽകിനാൻ. തൃക്കാലടിവെച്ചു കല്ലാമഹല്യയ്ക്കു ദുഷ്കൃതമെല്ലാം ഒടുക്കിയതോർക്ക നീ. ത്രയംബകം വില്ലുകണ്ടിച്ചു സീതയാം മയ്യൽ മെഴിയാളെയും കൊണ്ടുപോകുമ്പോൾ മാർഗമധ്യേ കുടാരായുധമാകിയ മാർഗവൻ തന്നെ ജയിച്ചതും അദ്ഭുതം. പിന്നെ വിരാതനെ കൊന്നു കളഞ്ഞതും ചെന്നഘരാദികളെ കൊല ചെയ്തതും ഉന്നതനാകിയ ബാലിയെ കൊന്നതും മന്നവനാകിയ രാഘവനല്ലയോ. അർണവം ചാടിക്കടന്നിവിടേക്കു വർണ്ണോജനേത്രയെ കണ്ടു പറഞ്ഞുടൻ അഗ്നിക്കു ലങ്കാപുരത്തെ സമർപ്പിച്ചു. സന്നദ്ധനായി പോയ മാരുതി ചെയ്തതും ഒന്നൊഴിയാതെ അറിഞ്ഞിരിക്കെ തവ നന്നാഹന്ത തോന്നുന്നതിങ്ങനെ. നന്നല്ല സജ്ജനത്തോടു വൈരം വൃത തന്വങ്കി തന്നെ കൊടുക്ക മടിയാതെ. നഷ്ടമതികളായിടും അമാത്യന്മാരിഷ്ടം പറഞ്ഞു കൊല്ലിക്കും അതോർക്ക നീ. കാലപുരം ഗമിയാതിരിക്കേണ്ടുകിൽ കാലം കളയാതെ നൽക വൈദേഹിയെ. ദുർബലനായുള്ളവൻ പ്രബലൻ തന്നോടുൾപ്പൂവിൽ മത്സരം വെച്ചു തുടങ്ങിയാൽ പിൽപ്പാടു നാടും നഗരവും സേനയും തൽപ്രാണനും നശിച്ചിടുമരക്ഷണാൽ. ഇഷ്ടം പറയുന്ന ബന്ധുക്കളാരുമേ കഷ്ടകാലത്തിങ്കലില്ലെന്നു നിർണയം. തന്നെ ദുർനയം കൊണ്ടുവരുന്നതിനിന്നു നാം ആളല്ല പോകെന്നു വേർപ്പെട്ടു ചെന്നു സേവിക്കും പ്രബലനെ ബന്ധുക്കൾ അന്നേരമോർത്താൽ ഫലമില്ല മന്നവ. രാമശരമേറ്റു മൃത്യു വരുന്നേര മാമയമുള്ളിലേക്കുണ്ടതു കൊണ്ടു നേരെ പറഞ്ഞു തരുന്നതു ഞാനിനി താരാർ മകളെ കൊടുക്ക വൈകിടാതെ. യുദ്ധമേറ്റുള്ള പടയും നശിച്ചുടൻ അർത്ഥവുമെല്ലാം ഒടുങ്ങിയാൽ മാനസേ. മാനിനിയെ കൊടുക്കാമെന്നു തോന്നിയാൽ സ്ഥാനവുമില്ല കൊടുപ്പതിനോർക്ക നീ. മുമ്പിലേയുള്ളിൽ വിചാരിച്ചു കൊള്ളണം വമ്പനോടേറ്റാൽ വരും ബലമേവനും. ശ്രീരാമനോട് കലഹം തുടങ്ങിയാൽ ആരും ശരണമില്ലെന്നതറിയണം. പങ്കജനേത്രനെ സേവിച്ചു വാഴുന്നു ശങ്കരനാദികൾ എന്നതുമോർക്ക നീ. രാക്ഷസരാജ ജയിക്ക നീ സാക്ഷാൽ മഹേശ്വരനോട് പിണങ്ങലോ. കൊണ്ടൽ നേർ വർണ്ണനു ജാനകി ദേവിയെ കൊണ്ടേ കൊടുത്തു സുഖിച്ചു വസിക്ക നീ. സംശയമെന്നിയെ നൽകുക ദേവിയെ വംശം മുടിച്ചു കളയായിക വേണമേ. ഇത്തം വിഭീഷണൻ പിന്നെയും പിന്നെയും പത്യമായുള്ളതു ചൊന്നതു കേട്ടൊരു നക്തഞ്ചരാധിപനായ ദശാസ്യനും ക്രുദ്ധനായി സോദരനോട് ചൊല്ലിയിടിനാൻ. ശത്രുക്കളല്ല ശത്രുക്കളാകുന്നതു മിത്രഭാവത്തോടരികെ മരുവിന. ശത്രുക്കളാകുന്ന ദേവനും മൃത്യു വരുത്തും അവരെന്നു നിർണയം. ഇത്തരമെന്നോടു ചൊല്ലുകിലാശു നീ വദ്യനാമെന്നലതില്ല സംശയം. രാത്രിഞ്ചരാധിപൻ ഇത്തരം ചൊന്നളവോർത്താൽ വിഭീഷണൻ ഭാഗവതോത്തമൻ. മൃത്യുവശഗതനായ പുരുഷനു സിദ്ധ ഔഷധങ്ങളും ഏൽക്കയില്ലേതുമേ. പോരുമിവനോടിനി ഞാൻ പറഞ്ഞതു പൗരുഷം കൊണ്ടു നീക്കാമോ വിധിമതം. ശ്രീരാമദേവ പദാംബോജമിൽ മറ്റാരും ശരണമെനിക്കില്ല കേവലം. ചെന്നു തൃക്കാൽക്കൽ വീണന്തികെ സന്തതം നിന്നു സേവിച്ചു കൊൾവൻ ജന്മമുള്ള നാൾ. സത്വരം നാലമത്യന്മാരുമായവ നിത്തം നിരൂപിച്ചുറച്ചു പുറപ്പെട്ടു. ദാരദനാലയ മിത്ര ഭൃത്യൗഖവും ദൂരെ പരിത്യജ രാമപദാംബുജം. മാനസത്തിങ്കൽ ഉറപ്പിച്ചു തുഷ്ടനായി വീണു വണങ്ങിനാൻ അഗ്രജൻ തൻപദം. കോപിച്ചു രാവണൻ ചൊല്ലിനാൻ അന്നേരം ആപത്തെനിക്ക് വരുത്തുന്നതും ഭവാൻ. രാമനെ ചെന്നു സേവിച്ചു കൊണ്ടാലും ഒരാമയമിങ്ങതിനില്ലെന്നു നിർണയം. പോകാകിലോ മമ ചന്ദ്രഹാസത്തിനിടൻ ഏകാന്ത ഭോജനമായി വരും നീയടോ എന്നതു കേട്ടു വിഭീഷണൻ ചൊല്ലിനാൻ എന്നുടെ താതനു തുല്യനല്ലോ ഭവാൻ.
താവകമായ നിയോഗമനുഷ്ഠിപ്പനാവതെല്ലാം അത് സൗഖ്യമല്ലോ മമ. സങ്കടം ഞാൻ മൂലമുണ്ടാകരുതേതുമെങ്കിലോ ഞാനിത വേഗേന പോകുന്നു. മിത്രാർത്ഥകളത്രാദികളോടുമത്ര സുഖിച്ചു സുചിരം വസിക്ക നീ. മൂലവിനാശം നിനക്കു വരുത്തുവാൻ കാലൻ ദശരഥ മന്ദിരേ രാമനായി. ജാതനായാൻ ജനകാലിയെ കാലിയും സീതാഭിധാനേന ജാതയായിടിനാൾ. ഭൂമിഭാരം കളഞ്ഞിടുവാനായി മുതിർ നാബോധമോടിങ്ങു വന്നാരിരുവരും. ഇങ്ങനെ പിന്നെ ഞാൻ ചൊന്ന ഹിതോക്തികൾ അങ്ങു ഭവാനുള്ളിൽ ഏൽക്കുന്നതു പ്രഭോ. രാവണൻ തന്നെ വധിപ്പാൻ അവനിൽ ദേവൻ വിധാതാവ് അപേക്ഷിച്ച കാരണം. വന്നു പിറന്നിതു രാമനായി നിർണയം, പിന്നെ അതിനത്യാത്വം ഭവിക്കുമോ. ആശരവംശവിനാശം വരും മുമ്പേ ദാശരഥിയെ ശരണം ഗതോസ്മി ഞാൻ. പൂർവം രാമതപോവനാധിഗമനം ഹത്വാ മൃഗം കാഞ്ചനം. വൈദേഹി ഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം. ബാലി നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരിദാഹനം. പശ്ചാത് രാവണ കുംഭകർണ നിധനം ഏതദ്ധി രാമായണം. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി. സർവം ശ്രീനാരായണായേതി സമർപ്പയാമി. ഹരി ഓം. അങ്ങനെ ഇന്നത്തെ പാരായണം വളരെ വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുകയാണ്. ആദ്യമായി വായിക്കുകയാണെന്ന് തോന്നിക്കാത്ത രീതിയിൽ എല്ലാവരും വളരെ മനോഹരമായാണ് പാരായണം ചെയ്തിരിക്കുന്നത്. ഇനി ഇന്ന് പാരായണം ചെയ്ത ഭാഗത്തിന്റെ സാരാംശം കേൾക്കാം. അതിനായി സരോജിനിയൊക്കെ ആയിരുന്നു അവൾ ഷെഡ്യൂൾ ചെയ്തിരുന്നത്. പക്ഷെ അതിലേക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ജോയിൻ ചെയ്യാൻ പറ്റിയില്ല. പകരം ബാക്കപ്പിലുള്ള പ്രീജിതൊക്കെ സ്നേഹപൂർവ്വം ക്ഷണിച്ചു കൊള്ളുന്നു. ഹരി ഓം. ഹരി ഓം. ഇന്ന് യുദ്ധകാന്ഡം ആരംഭമാണ്. ഇവിടെ ശാരിക പൈതലോട് എഴുത്തച്ഛൻ പറയുകയാണ്, ചൊല്ലു ആ രാമ-രാവണ യുദ്ധം. എനിക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ട്. രാമായണ യുദ്ധം എന്ന് പറഞ്ഞിട്ടാണ് തുടക്കം. അപ്പോൾ ഇവിടെ ലങ്കയിൽ പോയിട്ട് തിരിച്ചു വന്നു ഹനുമാൻ. ശ്രീരാമാദികളുടെ നിശ്ചയം എന്നാണ് പറയുന്നത്. അവരൊരു മീറ്റിംഗ് ഒക്കെ ഇവിടെ കൂടിയിട്ടുണ്ട്. എന്നിട്ട് ഹനുമാൻ ചെയ്ത കാര്യങ്ങൾ അവിടെ പറയുകയാണ് ആ മീറ്റിങ്ങിൽ വെച്ചിട്ട്. അത് ഓർക്കുമ്പോൾ ശ്രീരാമന് വളരെയധികം അത്ഭുതമാണ് ഉണ്ടാകുന്നത്, അല്ലെ? രാമൻ ലങ്കയിൽ ചെന്നിട്ട് അവിടെയുള്ള രാക്ഷസന്മാരെ വധിച്ചു, ലങ്ക ചുട്ടുകരിച്ചു, അതോടൊപ്പം അശ്വകുമാരനെയും കൊന്നു. എന്നിട്ട് ആ സമുദ്ര തരണം തന്നെ വളരെയധികം വിഷമം പിടിച്ച ഒന്നാണ്. അതൊക്കെ കടന്നിട്ടാണ് ഹനുമാൻ അവിടെ മറികടന്നിട്ടാണ് ഹനുമാൻ ലങ്കയിലേക്ക് എത്തിയത്. അങ്ങനെയുള്ള ആ ഹനുമാനെ, ആ ദാസനെ ആർക്കാണ് കിട്ടുന്നത്? നമുക്കല്ലാതെ. അത്രക്ക് ഭക്തനാണ് ഹനുമാൻ എന്നാണ് ഇവിടെ രാമൻ പറയുന്നത്. അപ്പോൾ നമ്മൾക്ക് ഒരു വലിയൊരു പുണ്യമാണ് ചെയ്തത്, അങ്ങനെയുള്ള ഒരു ദാസനെ കിട്ടാൻ വേണ്ടിയിട്ട് എന്നാണ് രാമൻ പറയുന്നത്. അപ്പോൾ അതൊക്കെ പറഞ്ഞ ശേഷം വീണ്ടും രാമൻ ചിന്താധീനനാവുകയാണ്, അല്ലെ? ഇനി എങ്ങനെ നമ്മളൊക്കെ, ഹനുമാൻ പോയി വന്നു, ശരി തന്നെയാണ്. ഇനി നമ്മൾ എങ്ങനെയാണ് അവിടേക്ക് കടക്കുക? അല്ലെ? സമുദ്രതരണം ചെയ്ത് ഈ ബാലന്മാരെയൊക്കെ കൂട്ടിയിട്ട് അവിടേക്ക് പോകാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. അതെങ്ങനെയുള്ള ഒരു ചിന്തയിലേക്കാണ് ഇവിടെ ആര് പോകുന്നത്? രാമൻ പോകുന്നത്. അപ്പോൾ പറയുകയാണ്, സുഗ്രീവൻ പറയുകയാണ്, ചിന്തിക്കപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല രഘുപതേ. ഇവിടെ നമുക്ക് അത്യുതം ബലവാന്മാരായ വീരശൂര പരാക്രമികളായ വാനരന്മാർ, അഗ്നിയിൽ ചാടാൻ പറഞ്ഞാലും വരും ചാടുന്ന, സ്വന്തം ജീവൻ പോലും പണയം വെച്ചിട്ട് അവർ എന്ത് ചെയ്യും? അങ്ങനെയുള്ള ഒരു വാനര സൈന്യമാണ് നമുക്ക് മുന്നിലുള്ളത്. അതുകൊണ്ട് അങ്ങ് ഒന്നും തന്നെ എന്തായാലും പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അവരുടെ കൂടെ സഹായത്തോടു കൂടിയിട്ട് രാമനോട് യുദ്ധം ചെയ്ത് സീതാദേവി വീണ്ടെടുക്കാമെന്നുള്ള ഒരു നല്ലൊരു വാക്ക് ഇവിടെ സുഗ്രീവൻ പറയുകയാണ് രാമനോട് ചെയ്യുന്നത്. എന്നിട്ട് രാമൻ ഹനുമാനെ വിളിച്ചിട്ട് പറയുകയാണ്, ലങ്കാ വിവരണം ഒന്ന് പറയാൻ. ലങ്കയുടെ രൂപം, ഒരു ചിത്രം വാക്കുകൾ കൊണ്ട് നിൽക്കുന്ന പറഞ്ഞതാ എന്ന് ഹനുമാനോട് പറയുന്നു. അപ്പോൾ ഹനുമാൻ ഇവിടെ വിവരിക്കുകയാണ് ലങ്കയുടെ ആ മനോഹാരിതയും അവിടുത്തെ ആ സംവിധാനങ്ങളും അവരുടെ രക്ഷാകവചമായിട്ട് ലങ്കയ്ക്ക് എന്തൊക്കെ ഉണ്ട്, ഇങ്ങനെ അവിടെ കടന്നാത്താമെന്നുള്ള ആ ഒരു ലഘുചിത്രം ഇവിടെ ഹനുമാൻ വർണ്ണിക്കുകയാണ്. അപ്പോൾ ആദ്യം പറയുകയാണ് ഹനുമാൻ,
ഇപ്പൊ ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ സമുദ്രത്തിന്റെ അടുത്ത് പോയിട്ട് നോക്കിക്കഴിഞ്ഞാൽ സമുദ്രത്തിന്റെ നടുക്ക് ഒരു ത്രികുടാചലം പോലെ ഇങ്ങനെ ഉയർന്നു നിൽക്കുകയാണ് ലങ്ക രാജധാനി. അവിടെ പിന്നെ ഒരു ഭയമില്ലാത്തവർക്ക്, ഭയപ്പാടില്ലാതെ നോക്കിക്കണ്ടാൽ അവർക്ക് ഒരു സമുദ്രത്തിൽ ഒരു സ്വർണ്ണ വിമാനം വെച്ചതുപോലെ ഉണ്ടാകും. അപ്പോൾ ഫുള്ള് സ്വർണ്ണമയമാണ് ലങ്ക. സ്വർണത്തിൽ തീർത്തതാണ് ലങ്ക നഗരി എന്നാണ് ഹനുമാൻ പറയുന്നത്. എന്നിട്ട് 700 യോജന വിസ്താരമുണ്ട് ആദ്യത്തെ ആ ചുറ്റുമതിലിന്. കനകമതിലാണത്. അതിന് 700 യോജന വിസ്താരമുണ്ട്. ഗോപുരമുണ്ട്. 4 ദിക്കിലും ഗോപുരമായിട്ടുള്ള ഇത് മതിൽ കെട്ടാന്നുള്ളത്. അതിനൊക്കെ 7 നിലകളുണ്ട്. ഗോപുരത്തിന്റെ ഉള്ളിലും 7 മതിലുകൾ. അങ്ങനെ മൊത്തം 28 ഗോപുരങ്ങളാണ് അവിടെ ഉള്ളത് എന്നാണ് പറയുന്നത്. ആ ഗോപുരത്തില് ചാടിക്കടന്ന ഈ മതിലുകൾ ചാടിക്കടന്നേക്കാന്ന് വിചാരിച്ചാലും കഴിയുകയില്ല. മതിലിനപ്പുറത്ത് കിടങ്ങുകളുണ്ട്. അതിലേക്ക് നമ്മൾ വീണുപോകും. അപ്പോൾ മതിൽ ചാടിക്കടക്കുക എന്നുള്ള ആ ഒരു ഇത് വേണ്ട നമുക്ക്. പിന്നെ അവിടെയുള്ള ആളുകൾക്ക് പുറത്തേക്ക് വരാനും അകത്തേക്ക് പോകാനും അവിടെ യന്ത്രപാലം ഉണ്ട് എന്നാണ് പറയുന്നത് അല്ലെ. കുറെ 1000 വർഷങ്ങൾക്ക് മുമ്പ് ആ ടെക്നോളജി, ആ രാക്ഷസന്മാരുടെ ആ ടെക്നോളജി അത്രയ്ക്ക് ഉയർന്നിരുന്നു അല്ലെ. അപ്പോൾ അതാണ് പറയുന്നത്. അപ്പൊ ആ യന്ത്രപാലത്തിലൂടെ കൂടിയാണ് അവിടെയുള്ള ആൾക്കാരെ അകത്തേക്കും പുറത്തേക്കും പോകുന്നത് എന്നാണ് പറയുന്നത്. പിന്നെ കിഴക്കേ ഗോപുരത്തിലേക്ക് 10,000 രാക്ഷസ സൈന്യങ്ങൾ അവിടെ കാവലുണ്ട്. കിഴക്കേ ഗോപുരത്തിലും ഉണ്ട് 1000-ഓളം ആൾക്കാര്. ദക്ഷിണ ഗോപുരത്ത് ദക്ഷിണ ഗോപുരത്ത് 1000 ആൾക്കാര്. പടിഞ്ഞാറ് ഭാഗത്ത് 100,000 ആൾക്കാര്. വടക്ക് ഭാഗത്ത് അവിടെയും ഉണ്ട് 1 കോടി ആൾക്കാര്. അങ്ങനെ എവിടെ നോക്കിയാലും കാവൽ ഭടന്മാര് തന്നെയാണ്. ഇതിന്റെ നടുഭാഗത്ത് തന്നെ, ഇതിന്റെ പകുതിയിൽ, പറഞ്ഞതിന്റെ പകുതിയിൽ തന്നെ ആൾക്കാർ നടുഭാഗത്തുമുണ്ട്. അന്തഃപുരം കാക്കാൻ വേറെ ആൾക്കാര്, മന്ത്രശാലയ്ക്ക് വേറെ ആൾക്കാര്, പിന്നെ സ്വർണം കൊണ്ട് നിർമ്മിതമായ ഭോജനശാല, അതുപോലെ തന്നെ നാടകശാല, നടപ്പന്തല്, ഇതൊക്കെ സ്വർണം കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ കളിക്കുവാനുള്ള സ്ഥലം വേറെയുണ്ട്. മദ്യപാനത്തിന് അതിന് പ്രത്യേകമായ സ്ഥലങ്ങളുണ്ട്. പിന്നെ 1000 നാവുള്ള അനന്തന് പോലും ലങ്കയെ പറ്റി വർണ്ണിക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ വർണ്ണനകൾക്കും വാക്കുകൾക്ക് അതീതമാണ് ലങ്കാപുരി എന്നാണ് ഇവിടെ ഹനുമാൻ പറയുന്നത്. പക്ഷെ ഞാൻ അവിടെ ചെന്നിട്ട് സീതയെ അടുത്ത് കണ്ടു വന്നപ്പോൾ, അപ്പൊ അവിടെ ചെന്നപ്പോഴൊക്കെ എന്നെ അവർ കുറെ ദ്രോഹിച്ചിരുന്നു അല്ലെ, വാലിൽ കെട്ടിയിട്ടൊക്കെ. എന്നിട്ട് ഞാൻ അവിടേക്ക് ചുട്ടുകരിച്ചു, രാക്ഷസന്മാരെയൊക്കെ കൊന്നു, അതുപോലെ തന്നെ അക്ഷകുമാരനെയൊക്കെ വധിച്ചു. എനിക്ക് ഒരുപാട് നാശനഷ്ടങ്ങൾ അവിടെ വരുത്താൻ സാധിച്ചിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ധൈര്യം സംഭരിച്ചിട്ട് നമുക്ക് അവിടേക്ക് പോകാൻ സാധിക്കുമെന്നാണ് ഹനുമാൻ പറയുന്നത്. അപ്പോൾ എന്നിട്ടും അവിടെ ഒരു ഭക്തനുണ്ട് നമുക്ക്, വിഭീഷണൻ അല്ലെ, ഒരു ദൂതനെ ഒന്നും ചെയ്യരുത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ നമ്മുടെ ആൾക്കാരും നമുക്ക് പ്രിയപ്പെട്ട ഒരാളും അവിടെയുണ്ട്. അവരെ വിഭീഷണനെ ചുറ്റിപ്പറ്റിയുള്ള കുറച്ച് ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ശത്രുക്കൾ മാത്രമല്ല ലങ്കയിലുള്ളത്, നമുക്ക് മിത്രങ്ങളും ഉണ്ട്, ഭക്തന്മാരും ഉണ്ട് എന്നാണ് ഹനുമാൻ പറയുന്നത്. അപ്പോൾ ഇത് കേട്ട ഉടനെ സുഗ്രീവൻ പറഞ്ഞു, ഇനി കാലവിളംബം പാടില്ല, നമുക്ക് പോകണം, പരാക്രമത്തോടെ നമുക്ക് പുറപ്പെടാം വാനര സൈന്യത്തെയും കൂട്ടിയിട്ട്. അങ്ങനെ അടുത്തത് യുദ്ധയാത്രയാണ്. അങ്ങനെ യുദ്ധം. അപ്പൊ നോക്കുമ്പോഴേക്ക് ഉത്രം നക്ഷത്രമാണ്. സീതാദേവിയുടെ നക്ഷത്രമാണ് ഉത്രം നക്ഷത്രം. അപ്പോൾ ആരൊക്കെയാണോ എന്തോ അപകടത്തിൽ പെട്ടിട്ടുള്ളത്, അപ്പോൾ അവരെ രക്ഷിക്കാനാണ് പോകുന്നതെങ്കിൽ, അവരെ നക്ഷത്രത്തിന്റെ അന്നാണ് പോകുന്നതെങ്കിൽ അതൊരു നല്ലൊരു സൂചനയാണ്, നല്ലൊരു മുഹൂർത്തമാണ് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത് വിജയപ്രദമായി മാറും, അല്ലാതെ അവരുടെ ജന്മനക്ഷത്രത്തിൽ പോകുന്നത്. അതുകൊണ്ട് നമുക്ക് ഇങ്ങോട്ട് തന്നെ ഇന്ന് തന്നെ പുറപ്പെടാമെന്ന് പറയുന്നത് ശ്രീരാമൻ. അപ്പോൾ അദ്ദേഹത്തിന്റെ വലത്തെ കണ്ണ് തുടിക്കുന്നുണ്ട്. നല്ല ലക്ഷണമാണ്. പുരുഷന്മാർക്ക് വലത്തെ കണ്ണ് തുടിച്ചാൽ നല്ല ലക്ഷണമാണ്. ഇപ്പൊ സ്ത്രീകൾക്ക് ഇടത്തെ കണ്ണായിരിക്കും. അങ്ങനെ ആ നല്ല ലക്ഷണങ്ങളെല്ലാം നോക്കിക്കൊണ്ട് അവർ പുറപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ സൈന്യത്തിന് കുറച്ച് ക്രമീകരണങ്ങളൊക്കെ ഉണ്ട് വാനര സൈന്യത്തില്. അപ്പൊ അതിന്റെ സൈന്യാധിപനായിട്ട് നീലൻ എന്ന വാനരനെ നിയോഗിക്കുന്നു. നീലൻ എല്ലാവരെയും നല്ല കറക്റ്റായിട്ട് നിർത്തുകയാണ്. രാക്ഷസ സൈന്യന്മാര് ഭയങ്കരന്മാരാണ്. അവരെ നേരിടാൻ നമ്മൾ കുറെ കൂടി മുന്നോട്ടേക്ക് പോകാനുണ്ട്. കുറച്ചുകൂടി ശ്രദ്ധകളൊക്കെ കുറെ വേണം. അങ്ങനെ ശ്രീരാമചന്ദ്രനും ഇവിടെ പറയുന്നു, മാരുതിയുടെ തോളിൽ കയറാൻ വേണ്ടിയിട്ട് ശ്രീരാമചന്ദ്രനോട് പറയുന്നു. അംഗദന്റെ തോളിൽ ലക്ഷ്മണനുമാണ്. അപ്പൊ തൊട്ട് ആ മുമ്പിലും പിമ്പിലും സൈഡിലും ആ വലതുഭാഗത്തും ഇടതുഭാഗത്തും ഒക്കെ വാനര സൈന്യങ്ങളാണുള്ളത്. കുറെ വാനരന്മാരുടെ പേരുകേട്ട പ്രഗത്ഭരായ വാനരന്മാരുടെ പേരാണ് നീലൻ, ഗജൻ, ഗമൻ, ബലിശൂരി, മൈന്ദർ, വിഭീഷിതൻ, സുശേഷണൻ, തുങ്കൻ, നളൻ, ശതസഖി, താരൻ, അങ്ങനെയുള്ള കുറെ വാനരന്മാര് ചുറ്റുവട്ടത്തൊക്കെ ഉണ്ട്. അവരൊക്കെയാണ് ഇതിൻ്റെതൊക്കെ നേതൃത്വങ്ങൾ. അപ്പോൾ മധ്യത്തിൽ ശ്രീരാമൻ, മാരുതിയുടെ തോളിൽ ശ്രീരാമനും അംഗദന്റെ തോളിൽ ലക്ഷ്മണനുമാണ് ഉള്ളത്. അപ്പോൾ അവരെ കാണുമ്പോൾ, ശ്രീരാമനും ലക്ഷ്മണനെയും കാണുമ്പോൾ ആകാശത്ത് സൗരയൂഥത്തിൽ
സൂര്യനും ചന്ദ്രനും ഇങ്ങനെ വിളങ്ങി നിൽക്കുന്നത് പോലെ കാണുമാറായി എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു പുറപ്പെട്ടു. കുറെ കൂടി ഈ സീതാന്വേഷണത്തിന് ഇവരിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പല മൂലാദികളൊക്കെ ഭക്ഷിച്ചിട്ട് അരുവികളും കാടുകളും ഒക്കെ ഇങ്ങനെ കടന്നു കണ്ടുകൊണ്ട് അവിടെ എത്തുമ്പോൾ കുറച്ച് നേരം സന്ധ്യയായി. അങ്ങനെ എത്തിയപ്പോൾ അവിടെ ഒന്ന് വിശ്രമിക്കാൻ തീരുമാനിച്ചു അല്ലെ. ഇനി രാത്രിയായ സമയത്ത് അങ്ങനെ പുറപ്പെടേണ്ടെന്ന് വിചാരിച്ചു അവിടെ ഇങ്ങനെ താഴെ ഇറങ്ങി. ശ്രീരാമൻ മരുതിയുടെ തോളിൽ നിന്ന്, അംഗദന്റെ തോളിൽ നിന്ന്, ലക്ഷ്മണന് താഴെ ഇറങ്ങി. അങ്ങനെ ആകാശത്ത് നോക്കിയപ്പോൾ ചന്ദ്രനെ കണ്ടു. അപ്പോൾ ശ്രീരാമന് പിന്നെയും ആ വിരഹ ദുഃഖം ഇങ്ങനെ വരികയാണ് അല്ലെ. ചന്ദ്രനെ കാണുമ്പോൾ ഈ കാമുകന്മാർക്കും ഈ പ്രണയികൾക്കും ഭാര്യ ഭർത്താക്കന്മാർക്കും ഒക്കെ അവർ ഒന്നിച്ചുണ്ടാകുമ്പോൾ ചന്ദ്രനെ കാണുന്ന വളരെയധികം സന്തോഷമാണ്, അവർക്ക് സുഖപ്രദമാണ്. പക്ഷെ അവർ വേർപെട്ട് നിൽക്കുന്ന സമയത്ത്, ഒന്നിച്ചില്ലാത്ത സമയത്ത് ചന്ദ്രനെ കാണുമ്പോൾ അവർക്ക് കൂടുതൽ ദുഃഖമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ആ ചന്ദ്രനെ നോക്കിക്കൊണ്ട് കരയുകയാണ് ശ്രീരാമൻ ചെയ്യുന്നത് അല്ലെ. അപ്പോൾ അവിടെ ആ ശ്രീരാമന്റെ ദുഃഖം ലോകത്തുള്ള എല്ലാ വിരഹ വേദന അനുഭവിക്കുന്നവരുടെ ദുഃഖമായിട്ടാണ് ഇവിടെ എഴുത്തച്ഛൻ പറയുന്നത്. ശ്രീരാമന്റെ മാത്രം ദുഃഖമല്ല, ഓരോരോ അന്തരാത്മാവിന്റെ ദുഃഖമായിട്ട് വിരഹവേദന അനുഭവിക്കുന്ന ഓരോരോ ആൾക്കാരുടെയും ദുഃഖമായിട്ടാണ് ഇവിടെ ഇത് പറയുന്നത്. ഭഗവാന് ദുഃഖവുമില്ല, സുഖവുമില്ല, ഒന്നുമില്ല. ഭഗവാൻ സച്ചിദാനന്ദ സ്വരൂപമാണ്. ഇങ്ങനെ അടുത്തത് അപ്പൊ ഇവരെല്ലാം റെഡിയായി പുറപ്പെട്ടു കഴിഞ്ഞു. അപ്പൊ രാവണാദികൾ അവരും ഒരു ആലോചന, ഒരു മീറ്റിംഗ് കൂടുകയാണ് ചെയ്യുന്നത് അല്ലെ. യുദ്ധത്തിന് ലങ്കയില് വന്നു പോയി ഹനുമാൻ. അപ്പോൾ കുറച്ചും കൂടി ശക്തന്മാരാണ് എന്നുള്ള വാനര സൈന്യം മിർച്ചമാരെന്നുള്ള ഒരു ധാരണ രാവണനും ഉണ്ടായി. അപ്പോൾ കുറച്ചും കൂടി ഒരു ദൃഢമാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് രാക്ഷസന്മാരെയൊക്കെ വിളിച്ചിട്ട് മീറ്റിംഗ് കൂടി. സാധാരണ രാവണൻ എല്ലാ കാര്യത്തിലും അദ്ദേഹം തന്നെ മുമ്പോട്ട് പോവുകയാണ് ചെയ്യുന്നത് അല്ലെ. വേറെ ഈ രാക്ഷസ സൈന്യത്തിന്റെ ഒരു കൂടിയാലോചന അദ്ദേഹം മുമ്പൊന്നും നടത്തിയിട്ടില്ല. അദ്ദേഹം തന്നെയല്ല നേതൃത്വം നൽകുന്നത് അല്ലെ. എല്ലാ കൺട്രോളും അദ്ദേഹത്തിന് തന്നെയായിരുന്നു. ഒരുപാട് അഭിപ്രായവും അദ്ദേഹം ഇതുവരെ ചോദിക്കാറുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ഈ അവസരത്തിൽ അദ്ദേഹത്തിന് ചെറിയൊരു ഭയവും അല്ലെ, ഒരു സങ്കടവും വിഷമവും ഒക്കെ ഉണ്ടായല്ലേ. ഹനുമാന്റെ പ്രവർത്തനങ്ങൾ അവിടെ കണ്ട, അദ്ദേഹം ചുട്ടുകരിച്ചു, ഒരു അശ്വകുമാരനെ കൊന്നു. അതൊക്കെ കണ്ടപ്പോൾ ഒരു പേടി, ചെറിയൊരു പേടി ഉണ്ട് ഇപ്പൊ രാവണന്. അതുകൊണ്ടാണ് ഒരു മീറ്റിംഗ് ഒക്കെ വിളിച്ചത്. അവരുടെ അഭിപ്രായങ്ങൾ ചോദിക്കാൻ രാവണന് കുറച്ച് താല്പര്യമുണ്ടായി. അപ്പോൾ മറ്റുള്ള മന്ത്രിമാർക്ക് കുറച്ച് ഒരു ഭയങ്കരത്തൊരു അത്ഭുതം, എന്താ രാവണൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, അദ്ദേഹത്തിന് പേടിയുണ്ടോ എന്നുള്ളൊരു തോന്നൽ അവർക്കും ഇല്ലായകയില്ല. അങ്ങനെ ഉദ്യമം, മധ്യമം, അധമം, ആ 3 കാര്യങ്ങൾ പറയുകയാണ്. ഉത്തമം, മധ്യമം, അധമം. ഉത്തമം എന്ന് പറഞ്ഞാൽ അത് ഉത്കൃഷ്ടമാണ്, അത് സാധ്യമാകുന്ന ഒന്നാണ് അല്ലെ. കുറെ ആൾക്കാർ കുറെ അഭിപ്രായങ്ങൾ പറയുമ്പോൾ ആ ഉത്തമം ആകുന്നത് അത് സാധ്യമാകും എന്തായാലും. പിന്നെ മധ്യമം പറയുമ്പോൾ അത് ഇതൊക്കെ നടക്കും ഉണ്ട്, പക്ഷെ നന്നായി നടക്കാൻ കൂടുതൽ പരിശ്രമം, ഒരു ഹാർഡ് വർക്ക് നമ്മൾ ചെയ്തുകൊണ്ട്, അതാണ് മധ്യമത്തിൽ വരുന്നത് ആൾക്കാർ പറയുന്നത്. പിന്നെ അധമം, അത് ഒട്ടും നടക്കുകയില്ല, അങ്ങനെയുള്ള അസാധ്യം. ലക്ഷത്തിൽ അങ്ങനെ ഓരോരോ ആൾക്കാർ ഓരോ അഭിപ്രായങ്ങൾ പറഞ്ഞു. അത് രാവണൻ കേട്ടു. അപ്പോൾ അവര് മന്ത്രി പ്രമുഖന്മാർ പറയുകയാണ്, അങ്ങ് എന്തിനാണ് പേടിക്കുന്നത്? ലോകത്തെ നടുക്കിയ അങ്ങ്, ത്രിലോകത്തിലും ജയിച്ച അങ്ങ് എന്തിനാണ് ഇപ്പോൾ ഭയപ്പെടുന്നത്? ഒരു രാമൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ് അല്ലെ. അദ്ദേഹത്തിന് കൂടെയുള്ളത് വാനര സൈന്യമാണ്. അവരെക്കാളും പ്രഗത്ഭരായ കുറെ രാക്ഷസന്മാർ നമുക്കുണ്ട്. അതുകൊണ്ട് അങ്ങ് ജയിക്കുക തന്നെ ചെയ്യും. അങ്ങ് വീരശൂര പരാക്രമിയാണ്. അതുകൊണ്ട് അങ്ങ് ഒരിക്കലും ദുഃഖിക്കേണ്ട ആവശ്യമില്ല. രാവണനെ തോൽപ്പിച്ചിട്ട് രാമനെ നമ്മൾ എന്തായാലും തോൽപ്പിക്കുമെന്നാണ് അവർ പറയുന്നത്. അങ്ങനെ അവരുടെ ഉപദേശമെല്ലാം കേട്ടു രാവണൻ കുറച്ചിങ്ങനെ ധൈര്യം വരാൻ തുടങ്ങി. ആശ്വാസമായി, കുറച്ച് ധൈര്യം നല്ല കുറച്ച് ആശ്വാസമായി രാവണൻ. പിന്നെ അപ്പോഴേക്ക് കുംഭകർണൻ അല്ലെ, അദ്ദേഹം 6 മാസം ഉറക്കും 6 മാസം ഉണർന്നിട്ട് ഇരിക്കുന്ന ആളല്ലേ. അപ്പൊ അയാളെ വിളിച്ചെണീപ്പിച്ചു അല്ലെ. യുദ്ധത്തിന് ആവശ്യമുണ്ട് കുംഭകർണന്റെ സഹായങ്ങള്. എഴുന്നേൽപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിനെ രാവണൻ അടുത്തേക്ക് വന്നു കുംഭകർണൻ. എന്നിട്ട് രാവണനെ വണങ്ങി ഒരു ഇരിപ്പിടമെല്ലാം ഉണ്ടാക്കി കൊടുത്ത് അവിടെ ഇരിക്കാൻ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് കുംഭകർണനോട്. അങ്ങനെയെല്ലാം പറഞ്ഞു അല്ലെ. സീതയെ ഇദ്ദേഹം ഒന്നും അറിയില്ല, ഉറക്കത്തിലായിരുന്നു. സീതയെ കട്ടുകൊണ്ടുവന്ന കാര്യങ്ങളും ഹനുമാൻ ഇവിടെ വന്ന് ചെയ്ത കോപ്രായങ്ങളൊക്കെ പറഞ്ഞപ്പോൾ കുംഭകർണൻ എല്ലാം കേട്ടു. എന്നിട്ട് ഒരു ഉപദേശം കൊടുക്കുകയാണ് അല്ലെ. ഇയാൾ നല്ല ആളൊന്നുമല്ല കുംഭകർണൻ, പക്ഷെ രാവണന് ഇദ്ദേഹം ഇവിടെ ഒരു ഉപദേശം, നല്ലൊരു ഉപദേശം കൊടുക്കുന്നുണ്ട് അല്ലെ. ഇവിടെ അദ്ദേഹം ആദ്യമാണ് പറയുകയാണ്, ജീവിച്ചു മരിക്കുന്നതിനേക്കാൾ നല്ലത് ദേവത്വപൂരിതമായ ഒരു മരണമാണ് എന്നാണ് പറയുന്നത് അല്ലെ. അപ്പോൾ അതിന്റെ അർത്ഥം സീതാദേവി അങ്ങ് കൊണ്ടുകൊടുക്കൂ രാമന് എന്നാണ് പറയുന്നത് അല്ലെ. അങ്ങയുടെ ആ കാമത്തിന്റെ ആ കാമാസക്തി കൊണ്ടാണ് സീതയെ ഇപ്പോൾ പിടിച്ചു കൊണ്ടുവന്നിരിക്കുന്നത് അല്ലെ. വേണ്ട അത് എന്നുള്ള ഒരു അർത്ഥത്തിലാണ് ആദ്യമേ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ശ്രീരാമന്റെ കൈകൊണ്ട് മരിക്കുന്നത് ദേവത്വമാണ്, നല്ല പുണ്യമാണ് എന്നാണ് കുംഭകർണൻ ഇവിടെ പറഞ്ഞത്.
സീതാദേവി അങ്ങേക്ക് നാശം വരുത്തുക തന്നെ ചെയ്യും. ശ്രീരാമൻ എന്ന് പറയുന്നത് മഹാവിഷ്ണുവിന്റെ അവതാരണമാണ്, നാരായണനാണ്, സച്ചിദാനന്ദ സ്വരൂപനാണ്. അതുപോലെ തന്നെയാണ് സീതാദേവി. സീതാദേവി അങ്ങയെ നശിപ്പിക്കാൻ കാളി രൂപത്തിൽ വന്നതാണ്. അതുകൊണ്ട് വേണ്ട എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ കുംഭകർണൻ പറയുന്നത്. അപ്പോൾ അത് 2-3-4 ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. എന്ന് പറയുന്നത് മീനുകൾ അല്ലെ നാവിന്റെ രസത്തിന് വഴങ്ങി ചൂണ്ടയിൽ മീനെ പിടിക്കാൻ വേണ്ടി നമ്മൾ ചൂണ്ടയിടും. അപ്പോൾ ആ ചൂണ്ടയിൽ അതിന്റെ ഇര വെച്ച് കൊടുക്കുമ്പോൾ ആ ഒരു പ്രത്യേക പെട്ടെന്നുള്ള നാക്കിന്റെ ആ രസത്തിന് വേണ്ടിയിട്ട് അത് ചൂണ്ടയിൽ കഴിച്ചപ്പോൾ അത് അതിൽ കുടുങ്ങിപ്പോകും അല്ലെ. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മുടെ നാക്കിനെ പറ്റിയിട്ടല്ലേ. വാക്ക് കൊണ്ടും അല്ലെ ടേസ്റ്റ് കൊണ്ടുമാണ് നമ്മൾ നാക്കിന്റെ ഗുണം അറിയുന്നത് അല്ലെ. ചില വാക്കുകൾ നമുക്ക് തളർത്താൻ പറ്റും മറ്റുള്ള ആൾക്കാരെ. അതുപോലെ തന്നെ ചില ഭക്ഷണങ്ങൾ നാവിന്റെ രുചി കൊണ്ട് നമ്മൾ നല്ലൊരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് അകത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അത് നമ്മളെ തളർത്തും, ശരീരത്തെ തളർത്തും. അപ്പൊ നാക്ക് നമ്മളെപ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എന്നാണ് പറയുന്നത്. പിന്നെ അഗ്നിയെ കണ്ടു മോഹിച്ചിട്ട് മഴപ്പാറ്റുകൾ, ഈയാമ്പാറ്റുകൾ ഉണ്ടാവും മഴ പെയ്യുമ്പോൾ. അതിന് അഗ്നി അതിനെ ഓടിക്കാൻ വേണ്ടി അധികം തീയൊക്കെ ഇങ്ങനെ ഇടുന്നത് കാണാം. അപ്പൊ ആ തീയിൽ കാണുമ്പോൾ അതെന്തോ തിന്നാനുള്ള വസ്തുവാണെന്ന് വിചാരിച്ചിട്ടല്ലേ അതിന്റെ ആ ഇതിന്റെ കളറില് ആ തീന്റെ അതിൽ ആകർഷകരായിട്ട് അവർ അതിലേക്ക് വന്നിട്ട് വീണിട്ട് അവര് ജീവൻ തന്നെ ഇല്ലാതാകും. അത് കണ്ണിന്റെ ഒരു ഭ്രമരമാണല്ലേ, കണ്ണിനുണ്ടാകുന്ന പ്രത്യേക. അപ്പൊ നമുക്കൊരു ഇതുണ്ട്, നമ്മുടെ കണ്ണിനുണ്ട് കാണുന്നതല്ല നമ്മുടെ സ്വന്തമാണ് എന്നുള്ള ഒരു വിചാരം അല്ലെ. ആ കണ്ണിന് മുമ്പ് നമുക്ക് കാണാൻ പലതും ഉണ്ട്. ആ കാണുന്നതൊക്കെ നമ്മൾ സ്വന്തമാക്കാനുള്ള നമ്മുടെ അതിയായ ആഗ്രഹമാണ് അത്. അപ്പോൾ നമ്മൾ ആ കണ്ണിന് കാണുന്നതിനെല്ലാം സ്വന്തമാക്കണം. ആ കണ്ടു തന്ന വ്യക്തിയെ, ആ കണ്ണ് ആരാന്ന് നമുക്ക് തന്നത് ഭഗവാൻ എന്നല്ല. ആ കാഴ്ച നമുക്ക് നൽകി തന്നത് ഭഗവാനാണ്. ആ ഭഗവാനെയാണ് നമ്മൾ കാണേണ്ടത്, മനസ്സിലാക്കേണ്ടത്. നമ്മുടെ കണ്ണിന്റെ കണ്ണായ ഭഗവാനെ സ്മരിക്കുക, അതാണ് പറയുന്നത്. അപ്പോൾ പിന്നെ വേറൊന്നും കൂടി പറഞ്ഞു, നല്ലതല്ല തോന്നുന്നതിൽ ഒരിക്കലും നമ്മുടെ മനസ്സ് പോകരുത് അല്ലെ. മനസ്സിനെ നിയന്ത്രിക്കുക. അതൊരു ആനയുടെ ഒരു ഉദാഹരണത്തിലൂടെ പറയുന്നുണ്ടല്ലേ. ഒരു കാട്ടാന കുഴി പിടിച്ചിട്ട് കുഴിയിലൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ പിടിക്കുന്നത് കാട്ടാനയെ. ആ കുഴിയിൽ അത് വീണ് കഴിഞ്ഞാൽ അതിന് പിടിയാനയെ കൊണ്ടുവരും. അതിന് ആ കുഴിയിൽ നിന്ന് മുകളിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. എന്തിനാ പിടിയാനയെ കൊണ്ടുവരുന്നതെന്ന് വെച്ചാൽ ആ പിടിയാനയെ അതിൽ പിടിക്കുമ്പോൾ ആ സ്പർശന സുഖം കൊണ്ട്, ആ കാമത്തിന്റെ ആ സുഖം കൊണ്ട് ആന മേൽപോട്ടേക്ക് വരും അല്ലെ. അപ്പൊ ആ കാമത്തിന്റെ ആ ഒരു തീഷ്ണതയാണ് അവിടെ കാണുന്നത്. ആ ഇന്ദ്രിയ സുഖത്തിന് വേണ്ടിയിട്ടാണ് അത് മേൽപോട്ട് വന്നത്. ആ മേൽപോട്ട് വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ കയ്യിൽ അത് അകപ്പെടുകയും ചെയ്തു. അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറച്ചുകൂടി ഉദാഹരണങ്ങൾ. പിന്നെ ഒരു വെണ്ടിന്റെ കാര്യം പറയുന്നതാണ്. വെണ്ട് തേനിന്റെ മാധുര്യം നുകരാൻ വേണ്ടി താമരപ്പൂവിൽ ചെന്നിരിക്കും അല്ലെ. അത് തേൻ കുടിച്ച് രാത്രിയാകുന്നത് അറിയുകയില്ല. രാത്രിയാകുമ്പോൾ അല്ലെ സൂര്യൻ അസ്തമിക്കുമ്പോൾ താമര അത് ഇങ്ങനെ കൂടിപ്പോരും, അതിന്റെ ഇതളുകളൊക്കെ കൂടി വരും. രാത്രികാലത്ത് അത് വിടർന്നു നിൽക്കുകയില്ല. അപ്പോൾ ആ വണ്ട് ആ താമര ഇലയിൽ പെട്ടിട്ട് അവിടെ തന്നെ കുടുങ്ങി ശ്വാസം മുട്ടി ചത്തുപോകും. അതൊക്കെയാണ് മനുഷ്യന്റെ ഇന്ദ്രിയങ്ങളെ അടക്കി നിർത്തിയില്ലെങ്കിൽ മനുഷ്യൻ പല ആരായാലും പല പ്രശ്നങ്ങളിലേക്കും പോകുമെന്നാണ് പറയുന്നത്. അപ്പോ ഇതൊക്കെ കേട്ടപ്പോൾ രാവണന് ദേഷ്യം വന്നു കുറച്ച്. അല്ലെ, നിങ്ങൾ ഇതൊക്കെ കേൾക്കാനല്ല നിന്നെ ഞാനിപ്പോൾ ഏൽപ്പിച്ചത്. നീ ആ യുദ്ധത്തിന്റെ കാരണങ്ങൾ പറഞ്ഞതാ എനിക്ക്. അതിനെ എങ്ങനെ ഇതാക്കാൻ വേണ്ടിയിട്ട് പറയല്ലേ, നിന്റെ ഉപദേശമൊന്നും എനിക്ക് കേൾക്കണ്ട, എനിക്കറിയാം ഇതൊക്കെ. അപ്പോൾ പറയാണ് കുംഭകർണൻ, അതെ ശരിയാണ്, ഉപദേശിക്കാൻ അല്ലെ ബുദ്ധിമാന്മാർക്കും നല്ല വിവരമുള്ളവർക്കും ഉപദേശം കൊടുത്താലും അതവര് അംഗീകരിക്കണമെന്നുമില്ല. പിന്നെയല്ലേ ബുദ്ധി ഇല്ലാത്തവരുടെ കാര്യങ്ങള് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഞാൻ അങ്ങക്ക് അങ്ങയുടെ സഹോദരനാണ്, എനിക്ക് പിതൃതുല്യനെ പോലെയാണ് അങ്ങ്. അതുകൊണ്ട് യുദ്ധത്തിൽ എപ്പോഴും അങ്ങയുടെ കൂടെ ഞാൻ ഉണ്ടാകും. ആ യുദ്ധം എന്റെ എല്ലാ വാനരന്മാരെയും രാമനെയെല്ലാം നശിപ്പിക്കേണ്ട കടമ എനിക്കുണ്ട്. ലങ്കയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്യേണ്ട കടമ എനിക്കുണ്ട് എന്ന് പറയാണ് വർണ്ണം ചെയ്യുന്നത്. അപ്പൊ ഇന്ദ്രജിത്ത് വന്നിട്ട് ഇന്ദ്രജിത്തും പറഞ്ഞു, ഞാനും എല്ലാം വാനരന്മാരെ ഒറ്റയ്ക്ക് വേണമെങ്കിൽ ഞാൻ തന്നെ നേരിടാം എന്ന് ഇന്ദ്രജിത്തും അവിടെ പറയുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും കൂടി രാവണന് ഇങ്ങനെ ധൈര്യം കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത് വരുന്നത്, ഇപ്പൊ കുംഭകർണന്റെ ഉപദേശം കഴിഞ്ഞ് അടുത്ത് വരുന്നത് വിഭീഷണനാണ്. വിഭീഷൺ അല്ലെ രാമഭക്തനാണ്. അതിലെ വിഭീഷണന്റെ ഉപദേശം കുറച്ചും കൂടി അർത്ഥവത്താണ്, സത്യസന്ധമായ നല്ലൊരു ഉപദേശമാണ് ആര് വരുന്നത്, വിഭീഷണൻ വരുന്നത്. ആദ്യം പറയുകയാണ് അല്ലെ, രാവണനെ നേരിടാൻ ഈ ഉലകത്തിൽ ആർക്കുമില്ല. ശരി തന്നെയാണത്. കുറെ ഇന്ദ്രനോടും ദേവന്മാരോടൊക്കെ ജയിച്ച ഒരു ആളാണ് അങ്ങ് അല്ലെ. അതുപോലെ തന്നെ നിങ്ങൾ കൂട്ടനായിട്ട് കുംഭകർണനുണ്ട്, ഇന്ദ്രജിത്ത് ഉണ്ട്, ഇന്ദ്രനെ പോലും ജയിപ്പിച്ച കീഴടക്കി ഇന്ദ്രജിത്ത് ഉണ്ട്. എല്ലാം കൊണ്ട് അങ്ങേക്ക് ശക്തിയുണ്ട്, ശരി തന്നെയാണ്. പക്ഷെ രാമന്റെ കാര്യം, രാമൻ ആരാണെന്ന് ആർക്കും തന്നെ അറിയില്ല.
രാമൻ സാധാരണ ഒരു മനുഷ്യനല്ല, മഹാവിഷ്ണുവിന്റെ അവതാരമാണ്. അദ്ദേഹത്തെ തോൽപ്പിക്കുക എന്നത് അസാധ്യമായ കാലമാണ് അല്ലെ. രാവണനെ എതിർക്കാൻ നമുക്ക് ആർക്കും തന്നെ സാധ്യമല്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് ഇനിയും സമയമുണ്ട്. അങ്ങേക്ക് സീതാദേവി അദ്ദേഹത്തിന്റെ കാൽക്കൽ വെച്ച് അഭയം പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ, മാപ്പുകളെല്ലാം കുറ്റങ്ങളെല്ലാം ഏറ്റു പറഞ്ഞു കഴിഞ്ഞാൽ, ആ രാമപാദങ്ങളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ രാമൻ നിങ്ങളെ ഒന്നും ചെയ്യുകയില്ല, രക്ഷിക്കും അല്ലെ, ഭക്തനാക്കി ഏറ്റെടുക്കും, അങ്ങനെ ചെയ്യുമെന്ന് ആദ്യം പറയുകയാണ് ചെയ്യുന്നത് അല്ലെ. എന്നിട്ട് പിന്നെ പറയുകയാണ്, നിങ്ങൾ കുറെ മന്ത്രിമാരൊക്കെ തന്നെ ഉപദേശിച്ചു അല്ലെ, കുറെ ആൾ ഉപദേശങ്ങളൊക്കെ കേട്ട് അവരൊക്കെ ധൈര്യം കൊടുത്താണ് അല്ലെ, രാമനെ നേരിടാം, അങ്ങനെ ഇങ്ങനെ മറ്റൊന്ന് മറിച്ചതൊക്കെ പറയുകയാണ്. എന്നിട്ട് ഇവിടെ പറഞ്ഞു, ഇഷ്ടം പറയുന്ന ബന്ധുക്കൾ ആരുമേ കഷ്ടകാലത്തെങ്കിലും നിർണയം. ഇവരൊക്കെ ഇപ്പൊ ഒരു കഷ്ടം വരുമ്പോൾ, നമുക്കൊരു പ്രശ്നങ്ങൾ വരുമ്പോൾ ഇവരൊന്നും കാണുകയില്ല. അതുകൊണ്ട് അവരുടെ വാക്കുകൾ അന്ന് ഒരിക്കലും കേൾക്കാൻ പാടില്ല. അതുകൊണ്ട് രാമൻ എന്ന് പറയുന്നത് ആ വിഷ്ണുവിന്റെ അവതാരത്തെ നമ്മൾ പേടിക്കണം, പേടിക്കുക തന്നെ ചെയ്യണം. പക്ഷെ ആ ഭക്തനായി മാറിക്കഴിഞ്ഞാൽ രാമനൊന്നും തന്നെ നമ്മൾ ചെയ്യുകയില്ല. ധർമ്മത്തെ രക്ഷിക്കാൻ വന്നവനാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ അങ്ങ് ചെയ്ത കുറ്റം അല്ലെ, സീതയെ അപഹരിച്ചു, ആ കുറ്റത്തിന് അങ്ങ് ഏറ്റു പറഞ്ഞ സീതയെ രാമന്റെ പാദങ്ങളിലേക്ക് ഏറ്റു പറഞ്ഞു കഴിഞ്ഞാല് രാമൻ നിങ്ങളെ രക്ഷിക്കും. അപ്പൊ ദശരഥന്റെ പുത്രനായിട്ടായിരിക്കും ഇനി നിന്റെ മരണം. ആ മരണത്തിന് ഇടവരുത്തരുത് അല്ലെ, രാമസായകമായിട്ട് അങ്ങ് മരിക്കുന്നത് കാണുന്നത് എനിക്ക് ഒരിക്കലും സാധ്യമല്ല, കാണാൻ എനിക്ക് പറ്റുകയില്ല, എനിക്കത് ദുഃഖമുണ്ട് എന്ന് പറയുന്നത്. ഇതിനെ കൊല്ലുമെന്ന് തന്നെ രാമനെ നിശ്ചയിച്ച് അത് നടക്കുക തന്നെ ചെയ്യും അല്ലെ. അങ്ങനത്തെ ഒരു മനംമാറ്റം ഇപ്പോൾ ആവശ്യമാണ് എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് സീതയെ കൊണ്ടുകൊടുക്കുക. പിന്നെ പറയുകയാണ്, രാമൻ ഇവിടെ കാട്ടിൽ വന്നിട്ട് ആദ്യം താടകയെ വധിച്ചു. വിശ്വാമിത്രന്റെ യാഗരക്ഷയ്ക്ക് ആദ്യം വന്നപ്പോൾ തന്നെ താടകയെ വധിച്ചു. പിന്നെ ശൂർപ്പണകയെ നോവിച്ചു വിട്ടു. പിന്നെ നമ്മുടെ ഗരനെയും ദൂഷണയെയും ത്രിസരസിനെയും ഒക്കെ കൊന്നു. പിന്നെ ബാലിയെ കൊന്നു, അതറിയാമല്ലോ. ഇത്രയും ശക്തിമാനായ ബാലിയെ കൊന്നവനാണ് രാമൻ. അതൊക്കെ ചെയ്തത് രാമൻ തന്നെയാണ്. പിന്നെ അതിനു മുമ്പും ഇതുണ്ടായിട്ടുണ്ട് അല്ലെ. അതായത് അതിനുശേഷം ഹനുമാൻ വന്നു ഇങ്ങോട്ടേക്ക്. ഹനുമാൻ വന്നിട്ട് ഇവിടെ ചുട്ടു ചാമ്പലാക്കി. അതുപോലെ അശ്വകുമാരനെ വധിച്ചു. രാക്ഷസന്മാരെ കുറെ പ്രമുഖരായ ഒരു വലിയൊരു സൈന്യത്തെ തന്നെ നമുക്ക് നഷ്ടമായി. ഇതൊക്കെ ചെയ്തതൊക്കെ അങ്ങക്ക് ഓർമ്മയുണ്ടല്ലോ. അതുകൊണ്ട് വാനര സൈന്യവും രാമനും ചില്ലറക്കാരല്ല, അതുകൊണ്ട് അങ്ങ് സൂക്ഷിച്ചോളൂ എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് നീ എപ്പോഴും സജ്ജനങ്ങളുടെ ഉള്ള ഈ ഒരു മിത്രഭാവം എപ്പോഴും ഉപേക്ഷിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറ്റുന്നത് അല്ലെ. സജ്ജനങ്ങളോട് എപ്പോഴും നമ്മൾ കൂട്ടുകൂടുക തന്നെ വേണം, എന്നാൽ മാത്രമേ നല്ലതായി നമുക്ക് ഭവിക്കുകയുള്ളൂ എന്ന് പറയുന്നതാണ് അല്ലെ. നീ നിന്നെ മാത്രമല്ല ഇപ്പൊ നശിപ്പിക്കുന്നത് അല്ലെ. നമുക്കൊരു രാജാവിനെല്ല നശിപ്പിച്ച് എല്ലാ രാക്ഷസ വംശവും അങ്ങയിലൂടെ ഇപ്പൊ നാശമായിക്കൊണ്ട് ലങ്കാപുരി തന്നെ നാശത്തിലേക്ക് പോവുകയാണ് ഈ ഒരു കാര്യം കൊണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് മൈഥിലിയെ കൊടുക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഇത് കേട്ടപ്പോ രാവണന് ദേഷ്യം വന്നു. എങ്ങനെ ഗേറ്റ് ഔട്ട് അടിക്കുകയാണ് അല്ലെ വിഭീഷണനെ. നീ പോയിക്കോ, നീ എവിടെ വേണമെങ്കിലും പോയിക്കോ അല്ലെ, വേണമെങ്കിലും ശ്രീരാമന്റെ അടുത്തേക്ക് പോയിക്കോ, ആ സൈന്യത്തിൽ ചേർന്നോളൂ, എനിക്കൊരു പ്രശ്നവുമില്ല, നിന്റെ ഉപദേശമൊന്നും എനിക്ക് വേണ്ട, ഞാൻ എന്താണ് ചെയ്യാൻ തീരുമാനിച്ചത് അത് ഞാൻ എന്തായാലും ചെയ്യുക തന്നെ ചെയ്യാമെന്ന് പറയുന്നത്. അങ്ങനെ അപ്പോൾ എന്റെ വിഭീഷണൻ ഇപ്പോൾ ഭയങ്കരധികം വിഷമമുണ്ട്. എന്തായാലും ഒരു പിതൃതുല്യനായിട്ടാണ് കാണുന്നത് രാവണനെ. പക്ഷെ അദ്ദേഹത്തിന്റെ ആ ഒരു സ്വഭാവം അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല അല്ലെ. ആ കാമാസക്തി കൊണ്ട് അദ്ദേഹം സീതയോട് പിടിച്ചെത്തതും, അതുകൊണ്ട് ആ ഒരു ഭക്തിയിലേക്ക് പോകണമെന്നുള്ള ഒരു പോകാൻ വഴിയാണ് ആ ഉപദേശം കൊടുത്തത്. പക്ഷെ അത് രാവണന് ചെവി കൊണ്ടില്ല രാവണൻ. അതുകൊണ്ട് വിഭീഷണൻ ഇപ്പോൾ ആ ലങ്ക ഉപേക്ഷിച്ചുകൊണ്ട് ശ്രീരാമന്റെ അടുത്തേക്ക് പോകും. ഇതുവരെയാണ് ഇന്ന് വെച്ച ഇതിന്റെ സാരാംശം. ഹരി ഓം. എത്ര എത്ര രഘുനാഥ കീർത്തനം തത്ര തത്ര കൃതസ്മതാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമദരാശ്വസാന്തകം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരി ഓം. ഹരി ഓം. അങ്ങനെ ഭക്തിപൂർണമായ ഈ സെഷൻ പരിസമാപ്തിയിൽ എത്തിയിരിക്കുകയാണ്. പക്ഷെ അതിനു മുമ്പ് നന്ദി പ്രകാശിപ്പിക്കേണ്ടതുണ്ട്. ആദ്യമായി നന്ദി പറയേണ്ടത് ഇന്നത്തെ സെഷൻ ബാക്കപ്പ് ചെയ്ത പ്രീതിയോടും രമയ്ക്കോടും ആണെന്ന് തോന്നുന്നു. ആദ്യാവസാനം ശ്രദ്ധയോടെ അവരവരുടെ കർത്തവ്യങ്ങൾ നിർവഹിച്ച രണ്ടക്കന്മാരോടും നമ്മൾ ഓരോരുത്തരുടെയും പേരിൽ നന്ദി അറിയിക്കുകയാണ്. പിന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഫ്ലുവൻ്റായി മലയാളം അറിയാനിട്ടും രാമായണത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി
അത് പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് ഇവിടെ പ്രസന്റ് ചെയ്ത എല്ലാ അക്കമാരെയും അണ്ണന്മാരെയും അഭിനന്ദിക്കുന്നതിനോടൊപ്പം എല്ലാവരോടും നന്ദി പറയുകയാണ്. ഹരി ഓം. അടുത്തതായി എന്നത്തെയും പോലെ വളരെ ലളിതമായി സാരാംശം പറഞ്ഞു തന്ന പ്രീജിത്താക്കയ്ക്കും നമ്മൾ ഓരോരുത്തരുടെയും പേരിൽ നന്ദി അറിയിക്കുന്നു. എല്ലാത്തിനും ഉപരി നമ്മുടെ സമിതിയോടും പിന്നെ ഇവിടെ നടക്കുന്ന എല്ലാ ഉദ്യമങ്ങൾക്കും വേണ്ടുന്ന മാർഗനിർദ്ദേശങ്ങൾ നൽകി നമ്മെ നയിക്കുന്ന നമ്മുടെ മുഖ്യ ശിക്ഷക് ഗോപകുമാർ അണ്ണനും പിന്നെ പ്രത്യേകിച്ച് ഈ വർഷത്തെ രാമായണ പാരായണം വളരെ ചിട്ടയോടെ നടത്തിക്കൊണ്ടുപോകുന്ന ഗിരിജ അക്കയ്ക്കും നമ്മൾ ഓരോരുത്തരുടെ പേരിലുമുള്ള കൃതജ്ഞത അറിയിക്കുന്നു. പിന്നെ നമുക്ക് അറിയാവുന്നതുപോലെ ഏതൊരു പരിപാടിയുടെയും വിജയത്തിന് പ്രധാനപ്പെട്ട ഒരു ഘടകം അതിൻ്റെ ഓഡിയൻസ് ആണ്. അപ്പോൾ ഇന്ന് ഇവിടെ ജോയിൻ ചെയ്ത എല്ലാവരോടും എല്ലാ അക്കമാരോടും അണ്ണന്മാരോടും നമ്മൾ ഓരോരുത്തരുടെ പേരിലും നന്ദി അറിയിക്കുന്നു. ഇനി നമുക്ക് ലോക കല്യാണ മന്ത്രം ചൊല്ലി ഈ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. എല്ലാവരും നിവർന്നിരിക്കാം. കൈകൾ നമസ്കാരസ്ഥിതി. ഓം സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് രാമായണത്തിൻ്റെ വളരെ മനോഹരമായ ഏറ്റവും സുന്ദരമായ ഒരു എപ്പിസോഡാണ് ഇപ്പോൾ കഴിഞ്ഞത്. എല്ലാവരുടെയും പാരായണം അതിമധുരമായിരുന്നു. എല്ലാവരും ആദ്യമായിട്ടാണ് പാരായണം ചെയ്യുന്നതെന്ന് ഒട്ടും അനുഭവപ്പെട്ടില്ല. അക്ഷരശുദ്ധി, ശ്രുതിശുദ്ധം ഇതൊക്കെ ശ്രദ്ധിച്ചാണ് പാരായണം ചെയ്തത്. അതുപോലെ വിദ്യാഗൗരി അക്കയുടെ പാരായണമൊക്കെ കേട്ടില്ലേ, അതിമധുരം എന്ന് പറഞ്ഞാൽ ഹരി ഓം ഹരി ഓം. എല്ലാവരും മികച്ച പാരായണം ആണ് കാഴ്ചവെച്ചത്. ജിൽജാക്കയുടെയൊക്കെ പാരായണം അതിമധുരമാണ്. എല്ലാവരും മികച്ച പാരായണമാണ് ഇന്ന് കാഴ്ചവെച്ചത്. ഇന്ന് പാരായണം ചെയ്തവരെ ഞാൻ ഒരിക്കൽ കൂടി ഒന്ന് ഓർമ്മിക്കുകയാണ്, പരിചയപ്പെടുത്തുകയാണ്. 33 വർഷം യോഗയുടെ ഗുരുനാഥനായിരിക്കുന്ന രാജണ്ണൻ, SPYSS NYC മലയാള ഓൺലൈനിൻ്റെ ഹെഡായിരിക്കുന്ന ഗോപകുമാർ അണ്ണൻ, അതുപോലെ തന്നെ പ്രധാനിയായിരിക്കുന്ന ജിൽജ ഹരിഹരൻ അക്ക, സുനൈന അക്ക, അതുപോലെ കനകലക്ഷ്മി അക്ക, ജ്യോതിലക്ഷ്മി അക്ക, അതുപോലെ തന്നെ നമ്മുടെ നാഗരാജ് ഭട്ടണ്ണ, ഇവരൊക്കെ യോഗയുടെ ഗുരുനാഥന്മാരാണ്. സോനാക്ക, അനിൽകുമാർ അണ്ണൻ, രേഖ ശകുന്തലാക്ക, വിദ്യാഗൗരി അക്ക, ശോഭനാക്ക, പ്രേമവല്ലി നമ്പ്യാരക്ക, നിഷാക്ക, അനിതാക്ക, നിമ്മിയക്ക, എല്ലാവരും യോഗയിൽ അഗ്രഗണ്യരാണ്. അതോടൊപ്പം തന്നെ എഴുത്തച്ഛൻ്റെ മലയാള ഭാഷയും അവർക്ക് വഴങ്ങുമെന്ന് ഇതിലൂടെ അവർ തെളിയിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ യോഗബന്ധുക്കൾക്കും പ്രത്യേകം, ഇതിൽ പങ്കെടുത്ത എല്ലാ യോഗബന്ധുക്കൾക്കും പ്രത്യേകം നന്ദിയും നമസ്കാരവും അറിയിക്കുന്നു. ഹരി ഓം അണ്ണ, ഹരി ഓം അക്ക.